ഓക്കെ, നമ്മളുടെ GST-യിലുള്ള പ്രധാനപ്പെട്ട 3 ലെഡ്ജേഴ്സ് ആണ്. അതിലൊന്ന് ക്യാഷ് ലെഡ്ജർ, രണ്ടാമത്തെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലെഡ്ജർ, ലാബിലിറ്റി ലെഡ്ജർ ആണ്. അതിൽ നമുക്ക് പ്രധാനമായിട്ട് ഇതിൽ നോക്കാനുള്ളത് ഈ പറഞ്ഞ ഇലക്ട്രോണിക് ലാബിലിറ്റി ലെഡ്ജർ ഉണ്ട്. അതായത് ഇലക്ട്രോണിക് ടാക്സ് ലാബിലിറ്റി ലെഡ്ജർ ആണ്. അത് നമുക്ക് പ്രധാനമായിട്ടും ഈ TDSും TC അല്ലേ, മെയിനായിട്ട് എന്താണ് പറയുക, ഓൾ ലാബിലിറ്റീസ് ഓഫ് ടാക്സ് പേയബിൾ പേഴ്സൺ അണ്ടർ GST ലോ ഷാൾ ബി റെക്കോർഡഡ് ആൻഡ് മെയിൻറ്റൈൻഡ് ഇലക്ട്രോണിക് ടാക്സ് ലാബിലിറ്റി രജിസ്റ്റർ ആണ്. അതായത് എല്ലാ ലാബിലിറ്റീസും ടാക്സ് പേയബിൾ പേഴ്സൺസിന്റെ എല്ലാ ബാധ്യതകളും, അതായത് GST ആയിട്ട് അവർ അടക്കേണ്ട എല്ലാ ടാക്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു രജിസ്റ്റർ ആണ് ആക്ച്വലി ഈ പറയുന്ന ഇലക്ട്രോണിക് ലാബിലിറ്റി ലെഡ്ജർ എന്ന് പറയും. ഓക്കെ, അതിൽ മെയിനായിട്ട് ഔട്ട്പുട്ട് ടാക്സ് ലാബിലിറ്റി ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരാൾ സപ്ലൈ ചെയ്യുന്ന സമയത്ത് അയാൾ അടക്കേണ്ട, ഇപ്പം ഞാനൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഗുഡ്സോ സർവീസൊക്കെ ഞാൻ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് അടക്കേണ്ട ടാക്സ് ഉണ്ടാവും. അതാണ് ഔട്ട്പുട്ട് ടാക്സ് ലാബിലിറ്റി പറയുന്നത്. ഇനി അതുപോലെ എന്തെങ്കിലും ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ ഫീസോ അങ്ങനെയുള്ള എന്തെങ്കിലും എമൗണ്ടുകൾ അടക്കാനുണ്ടെങ്കിൽ അത് TDS TCS ഒക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചത് ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ, ഗവൺമെന്റിലോട്ട് പേ ചെയ്തിട്ടില്ലെങ്കിൽ അത്, അതുപോലെ റിവേഴ്സ് ചാർജ് ബേസിസിൽ ഞാൻ ടാക്സ് അടക്കേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം. ആ സാഹചര്യത്തിൽ ടാക്സ് അടക്കാത്ത എമൗണ്ട്, അതുപോലെ ലാബിലിറ്റി ടുവാർഡ് റിവേഴ്സ് ചാർജ് പറഞ്ഞു എമൗണ്ട് ഓഫ് ടാക്സ് പേബിൾ ആസ് എ റിസൾട്ട് ഓഫ് ITC മിസ്മാച്ച് ആണ്. നമുക്കറിയാം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മിസ്മാച്ച് ആയ കാരണത്താൽ നമ്മൾ ഏതെങ്കിലും അടക്കേണ്ട എമൗണ്ടുകൾ വല്ലതുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ, ദാറ്റ് മീൻസ് ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ ഇലക്ട്രോണിക് ലാബിലിറ്റി ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ലാബിലിറ്റി പറഞ്ഞ ബാധ്യതയാണ്. ടാക്സിന്റെ രൂപത്തിൽ ഞാൻ ഏതെങ്കിലും എമൗണ്ട് ടാക്സിന്റെ രൂപത്തിൽ ഗവൺമെന്റിലോട്ട് അടക്കാൻ ഉണ്ടെങ്കിൽ ആ ലാബിലിറ്റി ഷോ ചെയ്യുന്ന ഒരു ലെഡ്ജറാണ് ആക്ച്വലി ഇലക്ട്രോണിക് ലാബിലിറ്റി ലെഡ്ജർ എന്ന് പറയും. ഏതൊക്കെ രൂപത്തിലാണോ ഈ പറഞ്ഞ ഫോർമാറ്റിലുള്ള എമൗണ്ടുകളൊക്കെയാണ് അവിടെ പ്രധാനമായിട്ടുണ്ടാവുക. അതിലൊന്നാണ് ഔട്ട്പുട്ട് ടാക്സ് ലാബിലിറ്റി, അതുപോലെ ലാബിലിറ്റി ഓഫ് ഇൻട്രസ്റ്റ് പെനാൽറ്റി ആൻഡ് അതേഴ്സ്, ലാബിലിറ്റി ഓഫ് TDS ആൻഡ് TCS, അതുപോലെ ലാബിലിറ്റി ടുവാർഡ്സ് റിവേഴ്സ് ചാർജ്. ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി അപ്പോൾ ഒന്ന് ഇലക്ട്രോണിക്, ഈ പറഞ്ഞ പോലെ ഇലക്ട്രോണിക് ലാബിലിറ്റി ലെഡ്ജർ ആണ്. പിന്നെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ആണ്. അതായത് അതാണ് ITC ലെഡ്ജർ എന്ന് പറയും. ഇപ്പോൾ മുൻപ് ഞാൻ അടച്ചു കഴിഞ്ഞ ടാക്സ് ഉണ്ടാവും അല്ലേ. അതായത് ഇപ്പോൾ എക്സാമ്പിളൊക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ, എസ്പെഷ്യലി ഈ പറയുന്ന മാനുഫാക്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ, അവർ റോ മെറ്റീരിയൽ വാങ്ങുന്ന സമയത്ത് അവരടച്ച ടാക്സ് ഉണ്ടാവാം. എന്തായാലും അവരടച്ച ടാക്സ് അവർ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചതല്ല, അവർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ റോ മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടി ആ സമയത്ത് അടച്ച ടാക്സ് ആണ്. ആ ടാക്സ് അവർക്ക് പിന്നീട് എന്ത് ചെയ്യും, അവർക്ക് ക്രെഡിറ്റ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. അവർ പിന്നീട് സപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അവർ ഈ പറഞ്ഞ ആർക്കാണത് വിൽക്കുന്നത് ദെൻ ആ വാങ്ങുന്ന ആളുടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങും. ഓക്കെ, ആ വാങ്ങിയിട്ട് അവരെന്ത് ചെയ്യണം, ആ വാങ്ങിയ എമൗണ്ട് അവർ ഗവൺമെന്റിലോട്ട് അടക്കണം. പക്ഷെ ഓൾറെഡി അവർ ഈ പറയുന്ന റോ മെറ്റീരിയൽ വാങ്ങിയപ്പോൾ അവരടച്ച ടാക്സ് എമൗണ്ട് അവിടെ ഈ പറയുന്ന സൈറ്റിൽ, ഈ ലെഡ്ജറിൽ അവിടെ ക്രെഡിറ്റ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അതിന്റെ ബാലൻസ് എമൗണ്ട് എന്ത് ചെയ്താൽ മതി, അവർ ഈ കളക്ട് ചെയ്ത് വെച്ച ടാക്സ് ഉണ്ടാവും, അവർ വിൽക്കണ സമയത്ത് അവർ കളക്ട് ചെയ്ത് വെച്ച ടാക്സ് ഉണ്ടാവും. ആ ടാക്സ് കുറച്ചിട്ട് ഈ പറയുന്ന ഓൾറെഡി അവർ ബൈ ചെയ്ത സമയത്ത് അടച്ച ടാക്സ് മൈനസ് ചെയ്തിട്ട് ഡിഫറൻസ് എമൗണ്ട് മാത്രം ചെയ്താൽ മതി, അവർ ഈ പറയുന്ന ഈ ഒരു ഇതിലോട്ട് അടച്ചാൽ മതി. അങ്ങനെ ഈ സ്റ്റോർ ബൈ ചെയ്യുന്ന സമയത്ത് അവർ അടച്ച ടാക്സ് അവിടെ ഈ പറയുന്ന ക്രെഡിറ്റ് ലെഡ്ജറിൽ അവിടെ ഉണ്ടാവും. അതാണ് ഈ ITC, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് തന്നെ പറയും. ആ ക്രെഡിറ്റ് രേഖപ്പെടുത്തി വെക്കുന്ന ഒരു ലെഡ്ജറാണ് ആക്ച്വലി ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് പറയും. ഓക്കെ, ഒന്നുകൂടി പറയാം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഒരു എന്തെങ്കിലും മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ബിസിനസ് നടത്തുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും റോ മെറ്റീരിയൽ വാങ്ങും ഇല്ലേ. റോ മെറ്റീരിയൽ വാങ്ങുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, എക്സാമ്പിൾ ആയിട്ട് 100 രൂപ ടാക്സ് അടച്ചു. അതായത് എൻ്റെ സാധനം വാങ്ങിയപ്പോൾ അതിൻ്റെ പൈസനോട് കൂടി ടാക്സ് ആയിട്ടൊരു 100 രൂപ അടച്ചു. എന്നിട്ട് ഞാനത് ആ പ്രൊഡക്റ്റ്, ആ റോ മെറ്റീരിയൽ വാങ്ങി, ഞാൻ റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു, ഔട്ട്പുട്ട് ഉണ്ടാക്കി ഞാനത് വിറ്റു. ദാറ്റ് മീൻസ് സപ്ലൈ ചെയ്തു. സപ്ലൈ ചെയ്ത സമയത്ത് എന്ത് ചെയ്യും, ആർക്കാണോ ഞാനിത് സപ്ലൈ ചെയ്യുന്നത് അയാളെ കയ്യിൽ നിന്ന് ഞാൻ ടാക്സും വാങ്ങും. എക്സാമ്പിൾ ആയിട്ട് ടാക്സ് ആയിട്ട് ഇനത്തിൽ ഞാൻ വാങ്ങിയത് 120 രൂപയാണ് വിചാരിക്കാം. ഓക്കെ, 120 രൂപ ഞാൻ ടാക്സ് ആയിട്ട് വാങ്ങി. ഇനി ഈ പറയുന്ന റോ മെറ്റീരിയൽ വാങ്ങിയപ്പോൾ ഞാൻ ഓൾറെഡി അടച്ച ടാക്സ് ഉണ്ട് അല്ലേ, 100 രൂപ.
ഞാനിപ്പോൾ ഈ സാധനം വിറ്റപ്പോൾ ഞാൻ ഈ പറയുന്ന കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിയ 120 രൂപ ടാക്സിന്റെ കയ്യിലുണ്ട്. ഓൾറെഡി ഞാൻ അടച്ചത് 100. ഞാനിപ്പോൾ സപ്ലൈ ചെയ്ത സമയത്ത് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 120 ടാക്സും വാങ്ങിയിട്ടുണ്ട്. ദെൻ ഈ 120 ഞാൻ എന്ത് ചെയ്യണ്ട, ഈ പറയുന്ന ഗവൺമെന്റിലോട്ട് അടക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന GST ഞാൻ അടക്കേണ്ട ആവശ്യമില്ല. ഡിഫറൻസ് ആ ഓൾറെഡി അടച്ച ആ ഒരു 100 അവിടെ ലെഡ്ജറിൽ ഉണ്ടാവും. അതും ഈ പറയുന്ന ഞാൻ ഈ സപ്ലൈ ചെയ്ത സമയത്ത് ഞാൻ അടയ്ക്കേണ്ട എമൗണ്ട് ഓഫ് ടാക്സ് ആയ 120, ഇവ തമ്മിലുള്ള ഡിഫറൻസ് 20 റുപ്പീസ് മാത്രം അടച്ചാൽ മതി. അപ്പോൾ ആ 100 രൂപ അവിടെ ക്രെഡിറ്റ് ലെഡ്ജറിൽ കിടക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്ന എമൗണ്ട് എനിക്ക് അടയ്ക്കേണ്ട ആവശ്യം ഇല്ലാത്തത്. ഓക്കെ, അതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയും. ആ ക്രെഡിറ്റ് അവിടെ കിടക്കുന്നുണ്ട്, ആ ക്രെഡിറ്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. സോ നോക്കാം, അതാണ് ഈ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് പറയും കേട്ടോ. സോ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ റിഫ്ലക്ട് ദ എമൗണ്ട് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ടു ദ ടാക്സ് പെയർ ആണ്. നോക്കാം, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ടു ദ ടാക്സ് പെയർ ആണ്. അതായത് ഈ പറയുന്ന എമൗണ്ട് ഓഫ് ഇൻപുട്ട്, അവർ ഈ ഇൻപുട്ട് വാങ്ങിയ സമയത്ത് അവർ അടച്ച ടാക്സ് അവിടെ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു ലെഡ്ജറാണ് ആക്ച്വലി ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് പറയും. ഓക്കെ, അതായത് ഓൾറെഡി അടച്ചു കഴിഞ്ഞ ടാക്സ് അവിടെ കാണിക്കും. So every claim of input tax credit of the registered taxpayer will be credited to this ledger and utilization of credit will be debited ആണ്. അതായത് every claim of input tax credit, എനിക്ക് പിന്നീട് ഞാൻ ഓൾറെഡി അടച്ചു കഴിഞ്ഞ ടാക്സ് അവിടെ ഉണ്ടാവും, രേഖപ്പെടുത്തി വെക്കും ഇവിടെ. പിന്നീട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്ലെയിം ചെയ്യാം. ഞാൻ എപ്പോഴാണോ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ പിന്നീട് അടക്കേണ്ടി വരുന്ന ടാക്സ് ഉണ്ടാവും, ആ സമയത്തേക്ക് എനിക്ക് ഈ പറയുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാം. ഓക്കെ, രജിസ്റ്റേർഡ് ടാക്സ് പെയർക്കാണ് വിൽ ക്രെഡിറ്റഡ് ടു ദിസ് ലെഡ്ജർ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ക്രെഡിറ്റ് വിൽ ബി ഡെബിറ്റഡ്. ഞാനിതിങ്ങനെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അതിന് ഇങ്ങനെ എന്ത് ചെയ്യും, കുറച്ച് ഡെബിറ്റ് ചെയ്ത് വരികയും ചെയ്യും. ഓക്കെ, then the balance of ledger after payment of tax may be refunded ആണ്. ഇനി ഞാൻ ഓൾറെഡി വാങ്ങിയ സമയത്തുള്ള ടാക്സ്, ഒരുപാട് ടാക്സ് അടച്ചു എന്ന് വിചാരിക്കാം, എന്നിട്ട് സപ്ലൈ ചെയ്തപ്പോൾ കുറച്ച് ടാക്സ് എനിക്ക് അടക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഓൾറെഡി ഞാൻ അടച്ചു കഴിഞ്ഞ ടാക്സ് അവിടെ കുറെ കൂടുതൽ കിടക്കുന്നുണ്ടാവും അല്ലേ. ആ ബാലൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദ ബാലൻസ് ഓഫ് ലെഡ്ജർ ആഫ്റ്റർ പേയ്മെന്റ് ഓഫ് ടാക്സ്, ഈ പറഞ്ഞ ടാക്സ് ഒക്കെ അടച്ചിട്ടും ക്രെഡിറ്റ് ലെഡ്ജറിൽ ടാക്സ് ബാലൻസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, റീഫണ്ട് ചെയ്ത് തരും ചെയ്യും. അതായത് നമ്മളുടെ അക്കൗണ്ടിലോട്ട് അവർ റീഫണ്ട് ചെയ്ത് തരും. ഓക്കെ, ഇനി ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ആണ്. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഈസ് എ ക്യാഷ് ലെഡ്ജർ ദാറ്റ് കണ്ടെയ്ൻ ഡെപ്പോസിറ്റ് ദാറ്റ് ടാക്സ് പെയർ ഹാസ് മെയ്ഡ്. അതായത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എത്രത്തോളം ടാക്സ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ടാക്സ് പെയർ എത്രത്തോളം എമൗണ്ട് ഓഫ് ടാക്സ് പേ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നതാണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. ദ ബാലൻസ് ഇൻ ദിസ് അക്കൗണ്ട് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ പേയ്മെന്റ് ഓഫ് ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി ആൻഡ് അതർ പേയ്മെന്റ്. ഇനി അതിൽ വല്ല എമൗണ്ടും ബാലൻസ് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് ഈ പറയുന്ന പോലെ ടാക്സ് അടക്കാനോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അടക്കാനോ പെനാൽറ്റി അടക്കാനോ ഒക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പിന്നീട് യൂസ് ചെയ്യും. ദ ബാലൻസ് ഓഫ് ദി ലെഡ്ജർ ആഫ്റ്റർ പേയ്മെന്റ് ഓഫ് ടാക്സ് മേ ബി. ഇനി അതൊക്കെ കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ ഈ ഒരു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ വല്ല ക്യാഷും ബാലൻസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ റീഫണ്ട് ചെയ്ത് തരും. അതായത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലെ ക്യാഷ് നമ്മൾ എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്, ടാക്സ് അടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെയുള്ള ലെഡ്ജറിനെയാണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറയും. ഓക്കെ, ഇനി നെക്സ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ടാക്സ് ക്രെഡിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. ടാക്സ് പേയബിൾ, കൊടുക്കേണ്ട ടാക്സ്, ദെൻ അതിനെന്ത് ചെയ്യുക, ഓൾറെഡി ക്രെഡിറ്റ് അവിടെ ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുക, എന്നിട്ട് ബാലൻസ് എമൗണ്ട് ചെയ്താൽ മതി, ടാക്സ് ആയിട്ട് അടച്ചാൽ മതി. അപ്പോൾ ടാക്സ് പേയബിൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഞാൻ സാധനം വിറ്റപ്പോൾ 120 രൂപ ടാക്സ് ഈ പറയുന്ന കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ദെൻ ക്രെഡിറ്റ് ഓൾറെഡി അവിടെ 100 ഉണ്ടാവും. അപ്പം 120 മൈനസ് 100 അതാണ് ടാക്സ് ക്രെഡിറ്റ്. ദെൻ ബാലൻസ് 20 റുപ്പീസ്, അതാണ് നെറ്റ് ടാക്സ് പേയബിൾ. ഇനി ബാലൻസ് ഞാൻ എത്ര അടച്ചാൽ മതി, 20 റുപ്പീസ് ഞാൻ അവിടെ അടച്ചാൽ മതി. ഓക്കെ, അങ്ങനെയാണ് ക്രെഡിറ്റ് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ. ഇനി ഈ റീഫണ്ടിന്റെ കേസ് പറഞ്ഞു. എപ്പോഴൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന ക്രെഡിറ്റിലോ വല്ല പൈസയും നമ്മൾ അടച്ചു കഴിഞ്ഞ എമൗണ്ട് കൂടുതലാണെങ്കിൽ നമുക്ക് ഇനി അടക്കേണ്ട എമൗണ്ട് ഇപ്പോൾ കുറവാണെങ്കിൽ അവിടെ നമ്മുടെ ക്രെഡിറ്റിൽ കുറച്ച് പൈസ കൂടുതലായിട്ട് കിടക്കുന്നുണ്ടാവും. ഓക്കെ, അത് റീഫണ്ട് ചെയ്യുന്ന കേസുകളെ കുറിച്ചാണ് പറയുന്നത്. അതിലൊന്ന് എക്സ്പോർട്ട് വിത്ത് പേയ്മെന്റ് ഓഫ് ടാക്സ് ആണ്. ഇപ്പൊ നമുക്കറിയാം ഗവൺമെന്റ് ഒക്കെ നമ്മളുടെ ഒരു രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് മാറുക ഇമ്പോർട്ടിനെക്കാട്ടിലും എക്സ്പോർട്ട് ചെയ്യുമ്പോഴാണ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാജ്യത്തുള്ള ഗവൺമെന്റുകളൊക്കെ മെയിനായിട്ട് എസ്പെഷ്യലി ഈ പറയുന്ന എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്
ടാക്സിലൊക്കെ ഒരുപാട് എക്സംഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം എക്സ്പോർട്ട് ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന, ദാറ്റ് മീൻസ് കയറ്റുമതി ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ടാക്സിൽ കുറേ ഇളവുകളുണ്ട്. ടാക്സ് അടച്ചുകൊണ്ട് എക്സ്പോർട്ട് ബിസിനസ് ചെയ്ത ആൾക്ക് എന്ത് ചെയ്യും, ആ എമൗണ്ട് പിന്നീട് തിരിച്ച് റീഫണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, ചിലപ്പോൾ ബിസിനസ് അവർ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർ ടാക്സ് അടക്കേണ്ടി വരും, പക്ഷെ പിന്നീട് എന്ത് ചെയ്യും, അവർക്കത് റീഫണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, അത് GST തന്നെ ആയിരിക്കും ചിലപ്പോൾ അവർ അടക്കുന്നുണ്ടാവുക കേട്ടോ. അതുപോലെ സപ്ലൈ ടു സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണ്, സെസ് ആണ്. അതായത് ടാക്സ് അടച്ചിട്ട് ഏതെങ്കിലും ഒരു ഗുഡ്സോ ഐറ്റംസോ കാര്യങ്ങളോ സർവീസൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്പെഷ്യൽ എക്കണോമിക് സോണിലോട്ട് സപ്ലൈ ചെയ്യുമ്പോൾ ദെൻ ആ സമയത്ത് അടച്ച ടാക്സ് എന്ത് ചെയ്യും, നമുക്ക് റീഫണ്ട് ചെയ്ത് തരും. മനസ്സിലായോ? അതായത് സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ട് അല്ലേ, നമ്മുടെ ഗവൺമെന്റ് ചില ഏരിയകളൊക്കെ സ്പെഷ്യൽ എക്കണോമിക് സോൺ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടാവും. ആ സ്പെഷ്യൽ എക്കണോമിക് സോണിലോട്ട് വല്ല സപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ടാക്സ് അടക്കുകയാണെങ്കിൽ ഓക്കെ, അത് നമുക്ക് തിരിച്ച് എന്ത് ചെയ്യും, തരും. ഓക്കെ, അത് ആ സമയത്തൊക്കെ റീഫണ്ട് ചെയ്ത് തരുന്ന കേസുകളാണ്. അപ്പോൾ നമുക്ക് റീഫണ്ട് ചെയ്ത് തരുന്ന കേസുകളാണ് ചിലപ്പോൾ തിയററ്റിക്കലി ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഡീമഡ് എക്സ്പോർട്ട് ആണ്. ഈ ഡീമഡ് എക്സ്പോർട്ട് മേ ബി 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡീമഡ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ കയറ്റുമതിയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടാവാം അല്ലെ, ഇപ്പോൾ UN പോലുള്ള ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ നമ്മളുടെ രാജ്യത്തും വർക്ക് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ UN പോലുള്ള സ്ഥാപനങ്ങൾ, ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന UNന്റെ ഒക്കെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, ഇതുപോലുള്ള ഒരുപാട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിലോട്ട് നമ്മൾ വല്ല ഗുഡ്സും അവർക്ക് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ സപ്ലൈയെ ആക്ച്വലി എക്സ്പോർട്ട് പോലെയാണ് പരിഗണിക്കുക. പക്ഷേ നമ്മളുടെ ബോർഡർ കടന്നു പോകുന്നില്ലെങ്കിലും അത് റിസീവ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആയിരിക്കാം. അതിന് നമ്മൾ ഡീംഡ് എക്സ്പോർട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതായത് ഇപ്പോൾ പാകിസ്ഥാനിലോട്ടോ അല്ലെങ്കിൽ മറ്റുള്ള വിദേശ രാജ്യങ്ങളിലോട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് എക്സ്പോർട്ട് എന്ന് പറയും. ഓക്കെ, ഇനി ഇപ്പോൾ UN പോലുള്ള യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഉണ്ട്. അതുപോലെ ഒരുപാട് നമ്മളുടെ ഇന്റർനാഷണൽ തലത്തിലുള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് പല രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അതേപോലെ ഇന്ത്യയിലും വർക്ക് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ അത്തരം സ്ഥാപനങ്ങളിലോട്ട് ഇന്ത്യയിലുള്ള, അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, അത്തരം UN സ്ഥാപനങ്ങളിലോട്ടൊക്കെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന UN സ്ഥാപനത്തിലോട്ട് എന്തെങ്കിലും സാധനങ്ങൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എക്സ്പോർട്ട് ആയിട്ടാണ് പരിഗണിക്കുക. പക്ഷേ നമ്മളുടെ ബോർഡർ കടന്നത് പോകുന്നില്ലെങ്കിലും അതിനെ എക്സ്പോർട്ട് ആയിട്ടാണ്, കയറ്റുമതിയായിട്ട് കൺസിഡർ ചെയ്യും. പക്ഷേ ആക്ച്വൽ എക്സ്പോർട്ട് അല്ല, ഡീംഡ് എക്സ്പോർട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അത്തരം ഡീംഡ് എക്സ്പോർട്ടുകൾ ചെയ്ത് കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് വല്ല ടാക്സും അടച്ചിട്ടുണ്ടെങ്കിൽ ആ ടാക്സ് എന്ത് ചെയ്യും, ഗവൺമെന്റ് റീഫണ്ട് ചെയ്തു തരും. കാരണം അത് എക്സ്പോർട്ട് ആയിട്ടാണ് പരിഗണിക്കുക. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് പർച്ചേസ് മെയ്ഡ് ബൈ UN ഓർ എംബസീസ് ആണ്. അപ്പോൾ നമ്മുടെ യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻസോ അല്ലെങ്കിൽ നമ്മുടെ എംബസീസിലോട്ടൊക്കെ എന്തെങ്കിലും പർച്ചേസ് അല്ലെങ്കിൽ അത്തരം പേയ്മെന്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, എംബസികളിലോട്ടോ അല്ലെങ്കിൽ UN ഓർഗനൈസേഷൻസിലോട്ടൊക്കെ എന്തെങ്കിലും പേയ്മെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും. അതൊക്കെ റീഫണ്ട് ചെയ്യുന്ന കേസുകളാണ്. അതുപോലെ റീഫണ്ട് അറേസിങ് ഓൺ അക്കൗണ്ട് ഓഫ് കോർട്ട് ഓർഡർ ആണ്. ചിലപ്പോൾ ചില സാഹചര്യത്തിൽ ചില കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കോടതി വിധി പ്രസ്താവിക്കും ഈ പറഞ്ഞ അടച്ച ടാക്സ് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് എന്ത് ചെയ്യും, അത് തിരിച്ചു തരാറുണ്ട്. പിന്നെ അക്യുമുലേറ്റഡ് ITC ആണ്. നമുക്കറിയാം ക്രെഡിറ്റ് പറഞ്ഞില്ലേ, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടക്കുന്ന ടാക്സ് ആണ് അവിടെ ക്രെഡിറ്റ് ആയിട്ട് കിടക്കുക, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആവാം. ആ ITC നമ്മൾ ഉപയോഗിക്കാതെ അവിടെ അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ, ഒരുപാട് എമൗണ്ട് അവിടെ കിടക്കുകയാണെങ്കിൽ നമ്മളത് ഉപയോഗിക്കണില്ല, നമ്മൾ സപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ആ ITC അവിടെ ഒരുപാടുണ്ടാവും. അത്തരം അക്യുമുലേറ്റഡ് ITCകൾ നമുക്ക് എന്ത് ചെയ്യും, റീഫണ്ട് ചെയ്ത് തരാറുണ്ട്. അതുപോലെ ഫൈനലൈസേഷൻ ഓഫ് പ്രൊവിഷണൽ അസസ്മെന്റ് ആണ്. ഓക്കെ, അതായത് ഈ പ്രൊവിഷണൽ അസസ്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ സമയത്തും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഇതുപോലെ തിരിച്ചു തരാറുണ്ട്. ഈ പ്രൊവിഷണൽ അസസ്മെന്റ് പറഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ നമ്മളുടെ ഇൻകം ടാക്സ് GST കൗൺസിൽ ചില അസസ്മെന്റുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അത് ഫൈനലൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ ബാലൻസ് കൂടുതലാണെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും, അത് അവർ തിരിച്ചു തരാറുണ്ട്. എക്സസ് പേയ്മെന്റ് ബൈ മിസ്റ്റേക്ക്, നമ്മൾ അധികമായിട്ട് മിസ്റ്റേക്കിലൂടെ നമ്മൾ കൂടുതൽ ടാക്സ് അടച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു തരാറുണ്ട്, റീഫണ്ട് ചെയ്യും. അതുപോലെ റീഫണ്ട് ഓഫ് പ്രീ ഡെപ്പോസിറ്റ് ആണ് അല്ലേ, നമ്മൾ മുൻകൂട്ടി അടച്ചു കഴിഞ്ഞാൽ വല്ല ഡെപ്പോസിറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് ഈ പറഞ്ഞ പോലെ തിരിച്ചു തരാറുണ്ട്. റീഫണ്ട് ടു ഇന്റർനാഷണൽ ടൂറിസ്റ്റുകളാണ്. അതായത് ഈ പറഞ്ഞ ഇന്റർനാഷണൽ ടൂറിസ്റ്റുകൾക്കൊക്കെ ചിലപ്പോൾ ഈ കേസുകളിലൊക്കെ തിരിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു 5-6 കേസെങ്കിലും പഠിച്ചു വെക്കുക മിനിമം. റീഫണ്ട് ചെയ്യുന്ന കേസുകളാണ്
അതായത് നമ്മളുടെ ഈ ടാക്സ് അടച്ചു കഴിഞ്ഞത് നമ്മളുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ITCയിലൊക്കെ നമ്മൾ ഓൾറെഡി അടച്ചു കഴിഞ്ഞ ടാക്സ് എമൗണ്ട് തിരിച്ച് റീഫണ്ട് ചെയ്ത് തരുന്ന കേസുകളാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി റീഫണ്ടിൻ്റെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, വെറുതെ അവർ റീഫണ്ട് തരില്ല. ഇപ്പോൾ നമ്മൾ അടച്ചു കഴിഞ്ഞ ടാക്സ് അവർ വെറുതെ നമുക്ക് റീഫണ്ട് ചെയ്ത് തരില്ല. അതിന് നമ്മൾ അപ്ലിക്കേഷൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, GST കൗൺസിലിൽ നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അപ്ലിക്കേഷൻ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മേക്ക് ആൻ അപ്ലിക്കേഷൻ ബിഫോർ ദ എക്സ്പയറി ഓഫ് 2 years ഫ്രം ദി റെലവൻറ്റ് ഡേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന അപ്ലിക്കേഷൻസ് അടക്കാൻ വേണ്ടി ചില ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ടാവും ഈ പറഞ്ഞ റീഫണ്ട് കിട്ടാൻ. അത് ഈ നമ്മൾ അപ്ലിക്കേഷൻസ് കൊടുക്കേണ്ട ഡേറ്റ് ഉണ്ടാവാം. ആ ഡേറ്റ് കഴിഞ്ഞ 2 yearsന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അപ്ലിക്കേഷൻസ് കൊടുത്താൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. സോ മേക്ക് ആൻ അപ്ലിക്കേഷൻ ബിഫോർ ദി എക്സ്പയറി ഓഫ് 2 years ഫ്രം ദി റെലവൻറ്റ് ഡേറ്റ് ആണ്. ആ ഡേറ്റ് തൊട്ട് 2 വർഷത്തിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ നമുക്ക് അപ്ലിക്കേഷൻസ് കൊടുക്കാനോ ടൈം ഉണ്ടാവും. ആ ടൈം തുടങ്ങി 2 വർഷത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, നമ്മൾ റീഫണ്ടിനുള്ള അപ്ലിക്കേഷൻസ് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആ പൈസ ഒരു റീഫണ്ട് ചെയ്ത് തരുള്ളൂ. ഓക്കെ, ഇനി റെലവൻറ്റ് ഡേറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ഫോർ ദ റീഫണ്ട് എക്സസ് പേയ്മെന്റ് ഫ്രം ദി ക്യാഷ് ലെഡ്ജർ ആണ്. ഇറ്റ് ക്യാൻ ബി റീഫണ്ടഡ് എനി ടൈം നോട്ട് റിക്വയർഡ് ടു മേക്ക് എനി അപ്ലിക്കേഷൻസ് ആണ്. അതായത് റെലവൻറ്റ് ഡേറ്റ് ചില സാഹചര്യങ്ങളിൽ ആവശ്യമില്ല, ഓക്കെ, അത് അപ്ലിക്കബിൾ അല്ല. റീഫണ്ട് എക്സസ് പേയ്മെന്റ് ഫ്രം ദി ക്യാഷ് ലെഡ്ജർ ആണ്. നമ്മൾ അധികമായിട്ട് ക്യാഷ് ലെഡ്ജറിൽ നമ്മൾ അധികമായിട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ട, ഡേറ്റോ ടൈമോ കാര്യങ്ങളോ നോക്കേണ്ട ആവശ്യമില്ല. ആ എക്സസ് ആയിട്ട് വരുന്ന എമൗണ്ട് എന്ത് ചെയ്യും, നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, അത് ക്യാഷ് ലെഡ്ജറിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ച പൈസയാണ് നമുക്ക് തിരിച്ചു തരും കേട്ടോ. ഇനി ഇത് ഏത് മുതലാണ്, വിത്ത് എഫക്റ്റ് ഫ്രം 1/7/2017 മുതലാണ് ഈ പറയുന്ന ഈ ഒരു റൂളും കാര്യങ്ങളൊക്കെ, അതായത് അപ്ലിക്കേഷൻ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി റെലവൻറ്റ് ഡേറ്റ് ഫോർ എക്സ്പോർട്ട് ആണ്. ഓക്കെ, ഈ പറഞ്ഞ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ റീഫണ്ട് തിരിച്ചു കിട്ടാനുള്ള സമയമാണ്, അതിൻ്റെ ആ ഡേറ്റുകളാണ്. അപ്പം നേരത്തെ ഇവിടെ പറഞ്ഞു റെലവൻറ്റ് ഡേറ്റ് പറഞ്ഞില്ല, ഇവിടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള റെലവൻറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതിൽ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ചെയ്യുന്ന സമയത്ത് ഷിപ്പിലൂടെയാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബോർഡിങ് ഉണ്ടാവും. നമുക്ക് ഷിപ്പിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും ബോർഡിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ ഡേറ്റ് ഓഫ് ബോർഡിങ് തൊട്ടാണ് അവിടെ റെലവൻറ്റ് ഡേറ്റ്. ആ ഡേറ്റ് തൊട്ട് 2 വർഷത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലിക്കേഷൻസ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ റോഡ് ആണെങ്കിൽ നമ്മുടെ ബോർഡർ എപ്പോഴാണ് ക്രോസ് ചെയ്യുന്നത് അതാണ് അവിടുത്തെ റെലവൻറ്റ് ഡേറ്റ്. ആ ഡേറ്റ് തൊട്ട് 2 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അപ്ലിക്കേഷൻസ് കൊടുക്കണം. ഈ പറഞ്ഞ തപാൽ അല്ലെങ്കിൽ പോസ്റ്റ് വഴിയാണെങ്കിൽ നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഡിസ്പാച്ച് ചെയ്യുന്ന സമയം തൊട്ടാണ് അവിടെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുക, റെലവൻറ്റ് ഡേറ്റ്. സർവീസ് ആണെങ്കിൽ നമുക്ക് നോർമൽ കേസിൽ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ബാങ്ക് റിയലൈസേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. നമുക്ക് ഒരു ബാങ്ക് റിയലൈസേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് എപ്പോഴാണോ കിട്ടുന്നത് അത് എക്സ്പോർട്ട് ഓഫ് സർവീസിന്റെ കേസിലാണ് കേട്ടോ. അതുപോലെ ചില ഡേറ്റ് ഓഫ് ഇൻവോയ്സ്, ഇനി അഡ്വാൻസ് റെസിപ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആണ് അവിടെ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, ആ ഒരു റെലവൻറ്റ് ഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. നേരത്തെ പറഞ്ഞ ഡീംഡ് എക്സ്പോർട്ട് ആണെങ്കിൽ അത് നമുക്ക് ഈ പറഞ്ഞ ഡേറ്റ് ഓഫ് റിട്ടേൺ ഫർണിഷ്ഡ്, നമുക്കറിയാം റിട്ടേൺ ഫർണിഷ് ചെയ്യണം. നമ്മളുടെ ഈ പറയുന്ന എക്സ്പോർട്ട് ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം, നമ്മൾ GST ITR ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. ആ ഫയൽ ചെയ്യുന്ന ഡേറ്റ്, ഓക്കെ, അതാണ് അവിടെ ഡീംഡ് എക്സ്പോർട്ട് ആണെങ്കിൽ അവിടുത്തെ ഒരു റെലവൻറ്റ് ഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഡേറ്റ് തൊട്ട് 2 ഇയേഴ്സിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറഞ്ഞ കൃത്യമായിട്ട് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവർ ഈ പറയുന്ന പൈസ നമുക്ക് റീഫണ്ട് ചെയ്ത് തരുള്ളൂ. ഓക്കെ, ഇനി 1-2 പോയിന്റ്സ് പറയുന്നുണ്ട്. റീഫണ്ട് ഓഫ് ദി അൺയൂട്ടിലൈസ്ഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്യാൻ ബി ക്ലെയിംഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി എനി ടാക്സ് പീരീഡ് ആണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ യൂസ് ചെയ്യാത്തതുണ്ടെങ്കിൽ, അൺയൂട്ടിലൈസ്ഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാം. ഓരോ ടാക്സ് പീരീഡിൻ്റെയും എൻഡിൽ നമുക്കത് കൃത്യമായിട്ട് ക്ലെയിം ചെയ്യാം, അത് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ നോ റീഫണ്ട് ഓൺ ITC എക്സെപ്റ്റ് 0 റേറ്റഡ് സപ്ലൈ, അതുപോലെ സപ്ലൈ അണ്ടർ ദി ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ ആണ്. ഓക്കെ, അതായത് നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ റീഫണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ റീഫണ്ട് നമുക്ക് തരില്ല. ഏതൊക്കെ എക്സെപ്റ്റ് ഈ പറയുന്ന ഇതൊഴികെയുള്ളത്. 0 റേറ്റഡ് സപ്ലൈ, 0 റേറ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് ഈ 0 റേറ്റിൽ നമുക്ക് ടാക്സ് ഇല്ലാത്ത നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളിലും സപ്ലൈ അണ്ടർ ദി ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ ആണ്. ഈ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ മീൻസ് ടാക്സ് ഓൺ ഇൻപുട്ട് മോർ ദാൻ ദി റേറ്റ് ഓഫ് ടാക്സ് ഓൺ ഔട്ട്പുട്ട് ആണ്.
ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് വാങ്ങിയപ്പോൾ ദാറ്റ് മീൻസ് റോ മെറ്റീരിയൽ വാങ്ങിയപ്പോൾ കൊടുത്ത ടാക്സിനെക്കാട്ടിലും അല്ലേ അത് അധികമാണെന്ന് വിചാരിക്കുക. ഇൻപുട്ടിന്റെ ടാക്സ് കൂടുതലാണ് നമ്മുടെ ഔട്ട്പുട്ടിനെക്കാട്ടിലും. ആ സാഹചര്യം അതിനാണ് നമ്മളുടെ ഈ പറഞ്ഞ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് മീൻ ചെയ്യണത്. ഓക്കെ, ഈ രണ്ട് കേസ് എക്സെപ്റ്റ് ഈ പറഞ്ഞ രണ്ട് കാര്യം ഒഴികെയുള്ളതിനും നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് റീഫണ്ട് കിട്ടൂല. ITC അടച്ചതിന് നമുക്ക് റീഫണ്ട് കിട്ടാത്ത സാഹചര്യങ്ങളിലാണ്. ബാക്കിയുള്ളതിനൊന്നും നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടില്ല. നമുക്കത് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാം. നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാം, അല്ലാതെ റീഫണ്ട് ആയിട്ട് പൈസ അടച്ച ടാക്സ് നമുക്ക് കിട്ടൂല. ഇതിന് രണ്ടിനും മാത്രമേ ഈ പറഞ്ഞ സംഭവത്തിന് നമുക്ക് എന്ത് ചെയ്യും, അത് തിരിച്ചു കിട്ടും. ഓക്കെ, അതായത് സീറോ റേറ്റഡ് സപ്ലൈ, അതായത് എക്സ്പോർട്ട് ചെയ്യുന്ന ബിസിനസ്സിലും അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിന്റെ കേസിലും നമുക്ക് പൈസ അതിന്റെ ഇൻപുട്ട് ടാക്സ് നമുക്ക് എന്ത് ചെയ്യും, റീഫണ്ട് പൈസയായിട്ട് തന്നെ തിരിച്ചു കിട്ടും. അല്ലാത്ത കേസിൽ ഇൻപുട്ട് ടാക്സ് എന്ത് ചെയ്യില്ല, നമുക്ക് പൈസയായിട്ട് തിരിച്ചു കിട്ടൂല. അത് നമുക്ക് കിട്ടും എങ്ങനെ, നമ്മൾ സപ്ലൈ ചെയ്യുമ്പോഴുള്ള ടാക്സ് അടക്കേണ്ട എമൗണ്ട് ഉണ്ടാവും, അത് മൈനസ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ്, നോ റീഫണ്ട് ഓഫ് ITC ഷാൾ ബി അലൗഡ് ഓൺ ദ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് വിച്ച് ആർ സബ്ജക്ട് ടു എക്സ്പോർട്ട് ഡ്യൂട്ടി ആണ്. അപ്പോൾ ചില വസ്തുക്കൾ ഉണ്ടാവും നമുക്ക് എല്ലാ കേസിലും. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ഒരു സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞില്ല, ദാറ്റ് മീൻസ് എക്സ്പോർട്ട്, എല്ലാ എക്സ്പോർട്ട് ബിസിനസ്സുകളും എന്തല്ല, അത് നമുക്ക് കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് അല്ല. ദാറ്റ് മീൻസ് ടാക്സിൽ നിന്ന് നമുക്ക് ഒഴിവില്ല. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്ക് എക്സംഷൻ കിട്ടിയിട്ടില്ല. ടാക്സ് ഉള്ള ചില ഐറ്റംസ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ടാക്സ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ രാജ്യത്തൊക്കെ എന്താ പറയുക, കുറവുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. ദാറ്റ് മീൻസ് നമ്മുടെ രാജ്യത്ത് തന്നെ ഉപയോഗിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തുള്ള ആളുകൾക്ക് തന്നെ ഉപയോഗമുള്ള വസ്തുക്കൾ കയറ്റുമതി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ എന്തുണ്ടാവില്ല, വസ്തുക്കൾ ഉണ്ടാവാത്തൊരു സാഹചര്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ അത്തരം കേസുകളിൽ അത് എക്സ്പോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യും, ടാക്സ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ടാക്സ് ഈടാക്കും. അത്തരം കുറേ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാവാം. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യില്ല, റീഫണ്ട് കിട്ടില്ല. ഓക്കെ, അപ്പോൾ സീറോ റേറ്റഡ് സപ്ലൈ ആണെങ്കിലേ കിട്ടുള്ളൂ. അതായത് ടാക്സ് ഇല്ലാത്ത എക്സ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ടാക്സ് അടക്കുമ്പോഴേ നമുക്ക് ITC നമുക്ക് ക്രെഡിറ്റ് കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് ചില സാഹചര്യത്തിൽ നമുക്ക് ചില ഗുഡ്സോ ചില സർവീസിനൊക്കെ നമുക്ക് സബ്ജക്റ്റ് ടു എക്സ്പോർട്ട് ഡ്യൂട്ടി ഉണ്ടാവാം. ദാറ്റ് മീൻസ് നമുക്ക് കയറ്റുമതി ടാക്സ് കൊടുക്കേണ്ട കേസ് ഉണ്ടാവാം, അതിന് റീഫണ്ട് കിട്ടില്ല. അതുപോലെ നോ റീഫണ്ട് ഓൺ അപ്ലിക്കേഷൻ ഫയൽഡ് ആഫ്റ്റർ ദി ഡ്യൂ ഡേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡേറ്റ് ഉണ്ടല്ലോ, റെലവന്റ് ഡേറ്റ്, ആ ഡേറ്റിന് ശേഷം നമ്മൾ ടാക്സ് ഈ അപ്ലിക്കേഷൻസ് കൊടുത്താൽ റീഫണ്ട് നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പോൾ അതിന്റെ ഡേറ്റോടെ നമ്മൾ നേരത്തെ 2-3 കേസുകൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ റെലവന്റ് ഡേറ്റ് ഇല്ലേ, മേക്ക് ആൻ അപ്ലിക്കേഷൻ ബിഫോർ ദ എക്സ്പയറി ഓഫ് 2 years ഫ്രം ദ റെലവന്റ് ഡേറ്റ്. ആ ഡേറ്റ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു. എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആണെങ്കിലും എക്സ്പോർട്ട് ഓഫ് സർവീസ് ആണെങ്കിലൊക്കെ പറഞ്ഞു. ആ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് അപ്ലിക്കേഷൻ കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് റീഫണ്ട് കിട്ടൂല. ഓക്കെ, നോ റീഫണ്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്. ഇപ്പോൾ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് വാങ്ങിയ ഗുഡ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, റീഫണ്ട് കിട്ടുള്ളൂ. ക്യാപിറ്റൽ ഗുഡ്സിന്റെ ടാക്സ് നമുക്ക് റീഫണ്ട് കിട്ടൂല. അതുപോലെ നോ റീഫണ്ട് ഓൺ ട്രാൻസാക്ഷണൽ ക്രെഡിറ്റ് ആണ്. ഇപ്പോൾ ട്രാൻസാക്ഷണൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഴയ ടാക്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് GST വരുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഓൾറെഡി അടച്ച കുറേ ടാക്സ് ഉണ്ടാവാം. ആ ടാക്സിന്റെ ക്രെഡിറ്റ് നമുക്ക് കിട്ടില്ല. അതാണ് നോ റീഫണ്ട് ഓൺ ട്രാൻസാക്ഷണൽ ക്രെഡിറ്റ് പറയുന്നത്. ഓക്കെ, ഈ ട്രാൻസാക്ഷണൽ ക്രെഡിറ്റ് എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അത് നമ്മൾ മുൻപത്തെ സിസ്റ്റം വെച്ചിട്ട്, ഓൾഡ് റെജീം വെച്ചിട്ട്, പഴയ സിസ്റ്റം വെച്ചിട്ട് നമ്മൾ അടച്ച ടാക്സ് ഉണ്ടാവാം. അതവിടെ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് കിട്ടില്ല, അത് ക്രെഡിറ്റ് ആയിട്ട് കിട്ടില്ല. പക്ഷെ നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ അടക്കേണ്ട ടാക്സ് ആയിരുന്നു കുറച്ചിട്ട് അടച്ചാൽ മതി. ഓക്കെ, സോ നോ റീഫണ്ട് ഹാസ് ബീൻ ഗിവൺ ഇഫ് ദ ഡീലർ ഹാസ് അരിയർ ആണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ടാക്സ് പേയർക്ക് വല്ല അരിയേഴ്സും ഉണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ടാക്സ് മുൻപ് ഏതെങ്കിലും അടക്കാനുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ, അത്തരം അരിയേഴ്സ് ഉണ്ടെങ്കിൽ അപ്പോഴും ഈ പറഞ്ഞ റീഫണ്ട് പ്രൊവൈഡ് ചെയ്യില്ല. റീഫണ്ട് ഓൺ അഡ്വാൻസ് ടാക്സ് പെയ്ഡ് ബൈ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഓൺലി ആഫ്റ്റർ ഫയലിംഗ് ഓൾ ദ റിട്ടേൺസ് ആണ്. അപ്പോൾ ചില ഈ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഉണ്ടല്ലേ, ഒക്കേഷനിൽ ഏതെങ്കിലും സാഹചര്യത്തിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരെയാണ് നമ്മൾ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺസ് എന്ന് പറയാം. ഓക്കെ, അവർക്ക് റീഫണ്ട് ഓൺ അഡ്വാൻസ് ടാക്സ് പെയ്ഡ് ബൈ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എപ്പോൾ മാത്രമേ കിട്ടുള്ളൂ റീഫണ്ട്. അയാൾ എല്ലാ റിട്ടേൺസും അവർ ഫയൽ ചെയ്താൽ മാത്രമേ, അവരുടെ എല്ലാ റിട്ടേൺസും അവരുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും അവരുടെ ടാക്സ് ഡീറ്റെയിൽസിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അവർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് റീഫണ്ട് കിട്ടുള്ളൂ. ആർക്കാണ്, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺസിന്റെ കേസിലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പോയിന്റ്സുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. റീഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി ഇപ്പൊ ഞാൻ കുറെ ടാക്സ് അടച്ചിട്ട് അതെനിക്ക് റീഫണ്ടിന് അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ റീഫണ്ട് എനിക്ക് കിട്ടാൻ
എന്തുണ്ട് അവൈലബിൾ ആണ്. ഞാൻ ആപ്ലിക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞിട്ടും അവരെന്ത് ചെയ്യുന്നില്ല, ആ GST അതോറിറ്റി എനിക്കത് തിരിച്ച് റീഫണ്ട് ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ഡിലേ ആക്കുകയാണെങ്കിൽ അതിന് ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് അവർ ഇങ്ങോട്ട് തരേണ്ടി വരും. അതായത് ടാക്സ് പേ ചെയ്ത ആൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡിലേഡ് റീഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ടൈം ലിമിറ്റ് ഫോർ റീഫണ്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്താൽ 60 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ റീഫണ്ട് GST അതോറിറ്റി എനിക്ക് തരണം. ഓക്കെ, അത് തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് എനിക്ക് വാങ്ങാം. ഓക്കെ, ഇനി ഈ പ്രൊവിഷണൽ റീഫണ്ട് ഇപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്ത് 7 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, അവർ എൻ്റെ എമൗണ്ടിൻ്റെ 90% ഒരു റീഫണ്ട് ചെയ്ത് തരണം ശരിക്ക്. ഓക്കെ, അത് തന്നിട്ടില്ലെങ്കിൽ നോർമൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 6+6+ ആണ്. അതായത് 12% ആണ് അവിടെ ടാക്സ് റേറ്റ് വരിക, സോറി ഇൻട്രസ്റ്റ് റേറ്റ് വരിക. ഇനി കോടതി മുഖാന്തരമാണ് ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് എനിക്ക് എമൗണ്ട് കിട്ടാനുള്ള അല്ലെങ്കിൽ എമൗണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കണമെന്ന് കോടതിയാണ് പ്രഖ്യാപിക്കണമെന്ന് വെച്ചാൽ 9% + 9% വരെ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് തരേണ്ടി വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണെന്നുള്ളതാണ്. ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്. സോ ഇതെന്ന് പറഞ്ഞാൽ ടാക്സ് പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ആണ്, ഓർ ബോത്ത്. ഇപ്പോൾ ഞാൻ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് റിസീവ് ചെയ്യുന്ന സമയത്ത് ഞാൻ അടക്കുന്ന ടാക്സ് വിൽ ബി എലിജിബിൾ ഫോർ സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ടാക്സ് പേയബിൾ ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. ഓക്കെ, അതായത് ഞാൻ വാങ്ങിയ സമയത്ത് അടച്ച ടാക്സ് ഞാൻ പിന്നീട് അത് വിൽക്കണ സമയത്ത് കിട്ടുന്ന ടാക്സിൽ നിന്നും എന്ത് ചെയ്യാം, അത് സെറ്റ് ഓഫ് ചെയ്യാം. മനസ്സിലായോ? എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു, ഞാൻ വാങ്ങിയപ്പോൾ അടച്ച ടാക്സ്, ഗവൺമെന്റിലോട്ട് അടച്ച ടാക്സ് 100 രൂപയാണ്. ഞാൻ ആ സാധനം വാങ്ങിയിട്ട് ഞാൻ വിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഞാൻ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ടാക്സും വാങ്ങും. അപ്പോൾ വാങ്ങിയ ടാക്സ് 120 ആണെങ്കിൽ എന്ത് ചെയ്യാം, ഓൾറെഡി ഞാൻ അവിടെ അടച്ച 100 ഉണ്ട്, അതിൽ നിന്നും ഈ പറഞ്ഞ 120 മൈനസ് ചെയ്യുക, ഡിഫറൻസ് 20 രൂപ മാത്രം അടച്ചാൽ മതി. അപ്പോൾ അതാണ് ടാക്സ് പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ ഒരു ബോത്ത്, രണ്ടും. അതായത് ഗുഡ്സ് ഓർ സർവീസ് ആണ് അവിടെ ബോത്ത് മീൻ ചെയ്യുന്നത്. അതായത് റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് റിസീവ് ചെയ്യുന്ന സമയത്ത് അടച്ച ടാക്സ് വിൽ ബി എലിജിബിൾ ഫോർ സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ടാക്സ് പേയബിൾ ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഒരു ബോത്ത് ആണ്. പിന്നീട് അത് സെറ്റ് ഓഫ് ചെയ്യാം എപ്പോൾ, എഗെയിൻസ്റ്റ് ടാക്സ് പേയബിൾ ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ്. ഞാൻ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ അല്ലെങ്കിൽ ബോത്ത് സപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് റിസീവ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഓഫ് ടാക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ അടയ്ക്കേണ്ട ഒരു എമൗണ്ട് ഓഫ് ടാക്സ് ഉണ്ടാവും. ആ ടാക്സ് അതിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാം. സോ ITC ഈസ് കൺസിഡേർഡ് ടു ബി ദ ബാക്ക് ബോൺ ഓഫ് GST regime ആണ്. അതായത് നമ്മുടെ GST സിസ്റ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നട്ടെല്ലായിട്ടാണ് ആക്ച്വലി പറയുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എപ്പോഴൊക്കെയാണ് നമുക്ക് എടുക്കാൻ പറ്റുക, എലിജിബിലിറ്റി ആൻഡ് കണ്ടീഷൻസ് ഫോർ ടേക്കിംഗ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്. അതിലൊന്നാമത് എല്ലാവർക്കും പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, GSTന്ന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. ഒന്ന്, രജിസ്ട്രേർഡ് പേഴ്സൺ ആയിരിക്കണം. GSTയിൽ രജിസ്റ്റർ ചെയ്ത ആൾക്ക് മാത്രമേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുള്ളൂ. അവർക്ക് ഈ പറഞ്ഞ ക്രെഡിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ, ഡീലർ ഷുഡ് ബി ദ പൊസഷൻ ഓഫ് ടാക്സ് ഇൻവോയ്സ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഞാൻ ടാക്സ് അടച്ചിട്ടുണ്ട്, എനിക്ക് അതുകൊണ്ട് ക്രെഡിറ്റ് വേണമെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കിട്ടുന്നില്ല. കൃത്യമായിട്ട് ടാക്സ് ഇൻവോയ്സ് അവരെന്ത് ചെയ്യണം, ടാക്സ് ഇൻവോയ്സ് ഉണ്ടാവും, ടാക്സ് ഡീറ്റെയിൽസ് ബന്ധപ്പെട്ട ബില്ല് ഉണ്ടായിരിക്കണം, അതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അപ്പോൾ അതുണ്ടായിരിക്കണം. ദ ഗുഡ്സ് ഓർ സർവീസ് ഹാസ് ബീൻ റിസീവ്ഡ് ആണ്, ഗുഡ്സ് സർവീസ് ഹാസ് ബീൻ റിസീവ്ഡ് ആയിരിക്കണം മുമ്പ്. റിട്ടേൺ ഹാവ് ബീൻ ഫയൽഡ്, കൃത്യമായിട്ട് നമുക്കറിയാം മന്ത്ലി റിട്ടേൺസ് ഫയൽ ചെയ്യുന്നവരുണ്ട്, അതുപോലെ ക്വാർട്ടർലി റിട്ടേൺസ് ഫയൽ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ റിവേഴ്സ് ചാർജ് ബേസിസിലാണെങ്കിൽ ക്വാർട്ടർലി അടച്ചാൽ മതി, അല്ലാത്ത നോർമൽ ബേസിസ് ആണെങ്കിൽ മന്ത്ലി റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഓർമ്മ ഉണ്ടാവും. ഓക്കെ, ആ കൃത്യമായിട്ട് റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ക്രെഡിറ്റ് കിട്ടുള്ളൂ. അതുപോലെ ടാക്സ് ചാർജ് ഹാവ് ബീൻ പെയ്ഡ് ടു ദ ഗവൺമെന്റ് ആണ്. ഓക്കെ, അത് കൃത്യമായിട്ട് പേ ചെയ്തിരിക്കണം. ടാക്സ് ചാർജ് ചെയ്ത എമൗണ്ട് ഗവൺമെന്റിലോട്ട് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ ക്രെഡിറ്റ് കിട്ടുള്ളൂ. വെൻ ഗുഡ്സ് ആർ റിസീവ്ഡ് ഇൻ ഇൻസ്റ്റാൾമെന്റ് ITC ക്യാൻ ബി ക്ലെയിംഡ് ഓൺലി വെൻ ലാസ്റ്റ് ലോട്ട് ഓഫ് റിസീവ്ഡ് ആണ്. അതായത് നമ്മൾ ഗുഡ്സ് റിസീവ് ചെയ്യണത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണെങ്കിൽ അവസാനത്തെ എമൗണ്ട് ഓഫ് ഗുഡ്സ് കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. വെൻ ഗുഡ്സ് ആർ റിസീവ്ഡ് ഇൻ ഇൻസ്റ്റാൾമെന്റ് ITC ക്യാൻ ബി ക്ലെയിംഡ് ഓൺലി വെൻ ലാസ്റ്റ് ലോട്ട് റിസീവ്ഡ് ആണ്. അവസാനത്തെ ഗുഡ്സ് കിട്ടിയതിന് ശേഷമേ നമുക്ക് ആ ITC അതിൻ്റെ ITC ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ.
ഇപ്പോൾ ഞാനൊരു ഗുഡ്സ് വാങ്ങുന്നുണ്ട്, ആ ഗുഡ്സ് എനിക്ക് 2-3 ഘട്ടമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഗുഡ്സിൻ്റെ എമൗണ്ട് ഞാൻ ടാക്സ് അടച്ചിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ്, അടച്ച ടാക്സ് ക്രെഡിറ്റ് അതിൻ്റെ എടുക്കണമെങ്കിൽ ആ ഗുഡ്സ് കംപ്ലീറ്റ് ആയി എനിക്ക് റിസീവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് എടുക്കാൻ പറ്റുള്ളൂ. നോ ITC ക്യാൻ ബി അലൗഡ് ഇഫ് ഡിപ്രീസിയേഷൻ ഹാസ് ബീൻ ക്ലെയിംഡ് ഓൺ ടാക്സ് കോമ്പണന്റ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. അപ്പോൾ ഈ ചില ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടാവും അല്ലെ, ക്യാപിറ്റൽ ഗുഡ്സിന്റെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ ITC നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ എ പേഴ്സൺ രജിസ്റ്റേർഡ് അണ്ടർ കോമ്പോസിഷൻ സ്കീം കനോട്ട് ബി ക്ലെയിം ITC ആണ്. അതായത് കോമ്പോസിഷൻ സ്കീം നമുക്കറിയാം, കോമ്പോസിഷൻ സ്കീം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പുതിയ സിസ്റ്റം ഓഫ് ടാക്സ് പേയ്മെന്റ് ആണ് GSTയിൽ. സ്മോൾ ടാക്സ് പേയേഴ്സിന് GST കൊണ്ടുവന്ന ഒരു പ്രൊവിഷനാണ് അല്ലെ. ആ കോമ്പോസിഷൻ സ്കീമിലൂടെ ടാക്സ് അടക്കുന്ന ആൾക്കാർക്ക് ITC എടുക്കാൻ പറ്റില്ല. ഓർമ്മ ഉണ്ടാവും പറഞ്ഞത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അവർ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് അവരുടെ ടേൺ ഓവറിന്റെ മുകളിൽ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടാക്സ് എടുക്കുകയാണ് ചെയ്യുക. അവർക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഗുഡ്സ് ആൻഡ് സർവീസ് ആർ യൂസ്ഡ് ഓർ ഇന്റൻഡഡ് ടു ബി യൂസ്ഡ് കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ് ആണ്. അവർ ഈ പറഞ്ഞ ITC ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ, ITC ക്ലെയിം ചെയ്യണമെങ്കിൽ എൻ്റെ ബിസിനസിന്റെ ഭാഗമായിട്ടുള്ള ഒരു സപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രമേ ITC നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി റിവേഴ്സൽ ഓഫ് ITC ആണ്. അപ്പോൾ ഞാൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്തു, അതായത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വാങ്ങിയപ്പോൾ 100 കൊടുത്തു, ദെൻ സപ്ലൈ ചെയ്തപ്പോൾ 120 കിട്ടി, അത് ഞാൻ ഗവൺമെന്റിലോട്ട് അടക്കണം 120. പക്ഷേ ആ ഡിഫറൻസ് 20 അടച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 100 രൂപ ഞാൻ ക്ലെയിം എടുത്തു കഴിഞ്ഞാൽ, അതെനിക്ക് എടുക്കാൻ പാടില്ലാത്ത ക്ലെയിം എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, അങ്ങോട്ട് തന്നെ കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? അതാണ് റിവേഴ്സൽ ഓഫ് ITC വരുന്നത്. ITC ക്യാൻ ബി അവൈൽഡ് ഓൺലി ഇഫ് ഗുഡ്സ് ആർ സർവീസ്, ഓൺലി ഓൺ ഗുഡ്സ് ആർ സർവീസ് ഫോർ ബിസിനസ് പർപ്പസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇഫ് ദേ ആർ യൂസ്ഡ് ഫോർ നോൺ ബിസിനസ് പർപ്പസ് ഫോർ മേക്കിംഗ് എക്സംപ്റ്റഡ് സപ്ലൈ ഇറ്റ് കനോട്ട് ബി ക്ലെയിംഡ് ആൻഡ് വിൽ ബി റിവേഴ്സ്ഡ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ റിവേഴ്സൽ ഓഫ് ITC, ദാറ്റ് മീൻസ് നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു 100 രൂപ പർച്ചേസ് ചെയ്തപ്പോൾ ടാക്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വിൽക്കുന്ന സമയത്ത് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 120 വാങ്ങും, ബാക്കി 20 അടക്കണുള്ളൂ. ദാറ്റ് മീൻസ് 100 രൂപ ഞാൻ ആ ക്രെഡിറ്റ് എടുക്കുകയാണ്. ആ എടുത്ത ക്രെഡിറ്റ് എനിക്ക് എടുക്കാൻ പാടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എടുക്കാൻ പാടില്ലാത്ത ബിസിനസ് നിന്നാണ് ഞാൻ, അല്ലെങ്കിൽ അത്തരം സപ്ലൈക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ ക്രെഡിറ്റ് എടുത്തതെങ്കിൽ തിരിച്ച് ഞാൻ ആ 100 തിരിച്ച് വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, ഗവൺമെന്റിലോട്ട് അടക്കേണ്ടി വരും. അതിനാണ് റിവേഴ്സൽ ഓഫ് ITC. ഞാൻ എടുത്ത ക്രെഡിറ്റ് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാണ്. ഓക്കെ, ഇനി ഒഫൻസ് ആൻഡ് പെനാൽറ്റീസ് ആണ്. ഈ ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട പെനാൽറ്റീസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. പെനാൽറ്റി എന്ന് പറഞ്ഞാൽ പണിഷ്മെന്റ് ഇമ്പോസ്ഡ് ബൈ ലോ ഫോർ കമ്മിറ്റിംഗ് ആൻ ഒഫൻസ് ഓർ ഫെയിലിംഗ് ടു ഡു എനി ഡ്യൂട്ടി ആണ്. ഇപ്പോൾ GSTയുമായിട്ട് ബന്ധപ്പെട്ട കുറെ പേയ്മെന്റ് അടക്കാനൊക്കെ ഉണ്ടാവാം, ലാബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അത് അടക്കുന്നതിൽ എന്തെങ്കിലും ഇവർ ഈ പറഞ്ഞ ഫെയിൽ ആവുകയാണെങ്കിൽ, ആ ഡ്യൂട്ടി ചെയ്യുന്നതിൽ അവർ പരാജയപ്പെടുകയാണെങ്കിൽ അവർ പെനാൽറ്റി അടക്കേണ്ടി വരും. ഓക്കെ, ആ പെനാൽറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് ഫോർ ലേറ്റ് ഫയലിംഗ്, നമുക്കറിയാം റിട്ടേൺ ഫയൽ ചെയ്യണം അല്ലെ, മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ചില ആളുകളുണ്ട്, ക്വാർട്ടർലി ഫയൽ ചെയ്യേണ്ട ആൾക്കാരുണ്ട്, 3 മാസം കൂടുമ്പോൾ ഫയൽ ചെയ്യണം, ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം, ഒക്കെ അറിയാം. ആ ഫയലിംഗിൽ എന്തെങ്കിലും ലേറ്റ് വന്നു കഴിഞ്ഞാൽ അവർ പെനാൽറ്റി അടക്കേണ്ടി വരും. ഓക്കെ, സോ ലേറ്റ് ഫയലിംഗ് അട്രാക്ട് പെനാൽറ്റി കോൾഡ് ലേറ്റ് ഫീ എന്നാണ് അതിനെ പറയാം, ലേറ്റ് ഫീ. സോ ദ ലേറ്റ് ഫീ ഈസ് ₹100 പെർ ഡേ പെർ ആക്ട് ആണ്. ഒരു ദിവസത്തിന് 100 രൂപ വെച്ചിട്ടാണ് നമ്മൾ ലേറ്റ് ഫീ കൊടുക്കേണ്ടി വരിക. ദാറ്റ് ഈസ് 100 പെർ CGST ആൻഡ് 100 പെർ SGST. അപ്പോൾ ടോട്ടൽ 200 പെർ ഡേ ആണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ വരുന്ന പെനാൽറ്റി. ഓക്കെ, സോ ദ മാക്സിമം ഈസ് ₹5,000 ആണ് നമുക്ക്. അപ്പോൾ ഈ പറഞ്ഞ കുറേ ദിവസം ഇങ്ങനെ ആഡ് ചെയ്ത് വന്ന അക്യുമുലേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സംഖ്യയായിട്ട് മാറും. അപ്പോൾ മാക്സിമം 5,000 വരെ നമ്മൾ പെനാൽറ്റി ആയിട്ട് ഈ ലേറ്റ് ഫീ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. ദർ ഈസ് നോ ലേറ്റ് ഫീ ഇൻ IGST, ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് നമുക്ക് ലേറ്റ് ഫീ ഇല്ല. അതായത് CGST SGSTക്ക് മാത്രമേ ലേറ്റ് ഫീ ഉള്ളൂ. അലോങ് വിത്ത് ലേറ്റ് ഫീ ഇൻട്രസ്റ്റ് ഹാസ് ടു ബി പെയ്ഡ് 18% പെർ ആനം ടാക്സ് പേബിൾ. ഇനി നമ്മൾ ഈ അടക്കേണ്ട എമൗണ്ട് നമ്മൾ ഇങ്ങനെ ഡിലേ ആക്കി കൊണ്ടുവന്നാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ മുകളിൽ 18% ഇൻട്രസ്റ്റും കൊടുക്കേണ്ടി വരും. ഗവൺമെന്റിലോട്ട് അടക്കേണ്ട എമൗണ്ട് കൃത്യമായിട്ട് അടച്ചിട്ടില്ലെങ്കിൽ പെനാൽറ്റി ഉണ്ടാവും, പുറമെ നമ്മൾ 18% ഇൻട്രസ്റ്റും കൊടുക്കേണ്ടി വരും. ഇനി ഫോർ നോട്ട് ഫയലിംഗ് റിട്ടേൺ, ഇപ്പോൾ ഈ പറഞ്ഞ ഇത് ലേറ്റ് ഫീ ആണ്. ദാറ്റ് മീൻസ് അവർ ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ലേറ്റ് ആയിട്ടാണ് ഫയൽ ചെയ്തത്.
ഇനി ഫയൽ തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ ഫോർ നോട്ട് ഫയലിംഗ് ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇഫ് യു ഡോണ്ട് ഫയൽ എനി GST റിട്ടേൺ ദെൻ സബ്സിക്വന്റ് റിട്ടേൺസ് കനോട്ട് ബി ഫയൽഡ്, ഇറ്റ് വിൽ ബി ലീഡ് ടു ഹെവി ഫൈൻ ആൻഡ് പെനാൽറ്റി ആണ്. പിന്നീട് നമ്മൾ ഈ പറഞ്ഞ ഫയലിങ്ങേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ ഈ പറഞ്ഞ എമൗണ്ട് ഇവിടെ നിൽക്കൂല, വലിയ എമൗണ്ട് ആയിട്ട് അവിടെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ ഇനി ഫോർ ഒഫൻസ് നോ ഇന്റൻഷൻ ഓർ ഫ്രോഡ് ടാക്സ് ഇവാഷൻ ആണെങ്കിൽ, അതായത് ഫ്രോഡോ ഒരു ടാക്സ് ഇവാഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ, ടാക്സ് വെട്ടിക്കലോ ഫ്രോഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ പെനാൽറ്റി 10% ഓഫ് ടാക്സ് എമൗണ്ട് ഡ്യൂ ടു സബ്ജക്റ്റ് ടു മിനിമം ഓഫ് ₹10,000 ആണ്. മിനിമം 10,000 രൂപ. ദെൻ പെനാൽറ്റി എമൗണ്ടിന്റെ 10% ഒക്കെ എന്ത് ചെയ്യും, അവർക്ക് ഈ പറഞ്ഞ പോലെ ടാക്സ് എടുക്കേണ്ടി വരും. ഇത്തരം കാര്യങ്ങൾ ഫ്രോഡോ ടാക്സ് ഇവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, പക്ഷെ നോക്കണം, നോ ഇന്റൻഷൻ ആട്ടോ അവിടെ. ഈ പറഞ്ഞ ഫ്രോഡ് അല്ലെങ്കിൽ ടാക്സ് ഇവേഷൻ, ടാക്സ് വെട്ടിക്കണം എന്നുള്ളൊരു ലക്ഷ്യം എല്ലാവർക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ പെനാൽറ്റിയോ 10% ഓഫ് ദി ടാക്സ് എമൗണ്ട്, എത്രയാണോ അവർ അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ട് അതിന്റെ 10%. അതിന് പുറമെ ഈ ഡ്യൂ ടു സബ്ജക്ട് ടു ദ മിനിമം ഓഫ് ₹10,000, 10,000 രൂപ വരെ അവരെന്ത് കൊടുക്കേണ്ടി വരും, ഈ പറഞ്ഞ പോലെ ഈ ഒരു എമൗണ്ട് പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരും. ദെൻ ഇനി ഫോർ ഒഫൻസ് വിത്ത് ഇന്റൻഷൻ ഓഫ് ഫ്രോഡ് ഓർ ടാക്സ് ഇവേഷൻ, അതായത് ഗവൺമെന്റിൽ നിന്ന് ടാക്സ് വെട്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എന്തെങ്കിലും ഒഫൻസ് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ടാക്സ് വെട്ടിക്കണം അല്ലെങ്കിൽ ഈ ഫ്രോഡ് എന്നുള്ള രൂപത്തിൽ തന്നെ അവർ ചെയ്യുകയാണെങ്കിൽ, അവരുടെ ലക്ഷ്യം ഇന്റൻഷൻ അതാണ്. അങ്ങനെയാണെങ്കിൽ പെനാൽറ്റി എന്ന് പറഞ്ഞാൽ 100% ഓഫ് ടാക്സ് എമൗണ്ട്, എത്രയാണോ അവർ അവിടെ അടയ്ക്കേണ്ട എമൗണ്ട് ഓഫ് ടാക്സ് അതിന്റെ 100% കൊടുക്കേണ്ടി വരും. പിന്നെ പുറമെ ₹10,000 അവർ ഫൈനും കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി ടാക്സബിൾ പേഴ്സൺ ഹു കമ്മിറ്റഡ് എനി ഓഫ് ദ ഫോളോയിങ് ഒഫൻസ് ഷാൾ ബി ലയബിൾ ടു പേ പെനാൽറ്റി 10,000. ഈ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യേണ്ടി വരും, ഈ പറഞ്ഞ 10,000 അല്ലെങ്കിൽ ഈക്വലന്റ് ടു ദ ടാക്സ് ഇവേർഡ് വിച്ച് എവർ ഈസ് ഹയർ, അവർ ടാക്സ് ഒഴിവാക്കിയ എമൗണ്ട് അല്ലെങ്കിൽ 10,000 ഇതിലേതാണോ ഹയർ എമൗണ്ട് വരിക അതവർ ഈ പറഞ്ഞ പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരും. ഏതൊക്കെയാണ് കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒഫൻസുകൾ. ഒന്ന്, സപ്ലൈസ് എനി ഗുഡ്സ് ഓർ സർവീസ് വിത്തൗട്ട് ഇഷ്യൂയിങ് ഇൻവോയ്സ്, അതായത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാതെ അവർ ഒരു സപ്ലൈ ചെയ്യാണ്, ടാക്സ് വെട്ടിക്കാനാണ് അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാതെ, അതായത് ബില്ല് കൊടുക്കാതെ നമ്മൾ സപ്ലൈ ഓഫ് സർവീസോ ഗുഡ്സോ ചെയ്യാം. അതുപോലെ ഇഷ്യൂ എനി ഇൻവോയ്സ് വിത്തൗട്ട് സപ്ലൈ ഓഫ് ഗുഡ്സോ സർവീസ് ആണ്, അതായത് സപ്ലൈ ഓഫ് ഗുഡ്സോ സർവീസ് ഇല്ലാതെ നമ്മൾ വെറും ബില്ല് മാത്രം ഇഷ്യൂ ചെയ്യുക. ഈ ബില്ല് ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ടാക്സ് ക്രെഡിറ്റ് കിട്ടാനാണ്. നമ്മൾ ഓൾറെഡി അടച്ചു കഴിഞ്ഞാൽ ടാക്സ് ക്രെഡിറ്റ് കിട്ടാൻ വെറുതെ ബില്ല് എന്ത് ചെയ്യുക, നമ്മൾ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ അടച്ചു കഴിഞ്ഞ ക്രെഡിറ്റ് നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ഓക്കെ, അങ്ങനെ ചെയ്താൽ ഫയലിംഗ് ടു പേ കളക്ട് ടാക്സ് ടു ഗവൺമെന്റ് വിത്തിൻ 3 months ആണ്. നമ്മൾ TCS, TDS ഉം TCS ഒക്കെ അല്ലേ, അതൊക്കെ നമ്മൾ പിടിച്ചിട്ട് നമ്മൾ 3 മാസത്തിൻ്റെ ഉള്ളിൽ ഗവൺമെന്റിലോട്ട് അടച്ചിട്ടില്ലെങ്കിലൊക്കെ ഈ പറഞ്ഞ പോലെ 10,000 നമ്മൾ ഫൈൻ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഫെയിൽ ടു ഡിഡക്ട് ടാക്സ്, TDS പിടിച്ചിട്ടില്ലെങ്കിലും അതുപോലെ കളക്ട് ടാക്സ് TCS പിടിച്ചിട്ടില്ലെങ്കിലും, അതായത് ഇവിടെ പറഞ്ഞത് നമ്മൾ TCS നമ്മൾ കളക്ട് ചെയ്തത് 3 മാസത്തിൻ്റെ ഉള്ളിൽ അടച്ചിട്ടില്ലെങ്കിലാണ്. ഇനി നമ്മൾ ഈ TDS ഉം TCS ഉം നമ്മൾ പിടിച്ചിട്ടില്ലെങ്കിൽ, അതിൽ പരാജയപ്പെടുകയാണെങ്കിൽ അപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ ഫൈൻ അടക്കേണ്ടി വരും. അതുപോലെ ഫ്രോഡുലന്റ് ഒബ്റ്റെയിൻ റീഫണ്ട് ഓഫ് ടാക്സ്, നമ്മൾ ഈ ഫ്രോഡുലന്റ്ലി നമ്മൾ എന്തെങ്കിലും റീഫണ്ട് ടാക്സ് എടുക്കുകയാണെങ്കിൽ ടാക്സ് റീഫണ്ട് ചെയ്യുക, അതായത് നമുക്ക് ആക്ച്വലി റീഫണ്ട് കിട്ടാൻ എലിജിബിലിറ്റി ഇല്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, ടാക്സ് റീഫണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, തെറ്റായ രീതിയിലൂടെ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഫാൾസിഫൈ ഓർ സബ്സ്റ്റിറ്റ്യൂട്ട് ഫിനാൻഷ്യൽ റെക്കോർഡ്, നമ്മൾ ഈ ഫിനാൻഷ്യൽ റെക്കോർഡുകൾ നമ്മളുടെ കയ്യിലുള്ള രേഖകളൊക്കെ തെറ്റായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ തെറ്റ് വരുത്തുകയോ ചെയ്യുക. അതുപോലെ ഒബ്സ്ട്രക്ട് ഓർ പ്രിവെന്റ് ഓഫീസർ ഇൻ ഡിസ്ചാർജ് ഓഫ് ഹിസ് ഡ്യൂട്ടി, ഇപ്പോൾ ഇൻകം ടാക്സ് നമ്മളുടെ GST ഓഫീസറുടെ ഡ്യൂട്ടിയിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ നമ്മൾ വരുത്തുകയോ, അല്ലെങ്കിൽ ഫർണിഷസ് ഫാൾസ് ഇൻഫർമേഷൻ ടൈമിംഗ് രജിസ്ട്രേഷൻ, നമ്മളുടെ രജിസ്ട്രേഷന്റെ ടൈമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തെറ്റ് ഫാൾസ് ഇൻഫർമേഷൻസ് കൊടുക്കുക. അതുപോലെ ട്രാൻസ്പോർട്ട് എനി ടാക്സബിൾ ഗുഡ്സ് വിത്തൗട്ട് ഡോക്യുമെന്റ് ആണ്. നമുക്ക് അറിയാം, ഗുഡ്സ് നമ്മൾ ബിസിനസിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഗുഡ്സോ സർവീസോ ഒക്കെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വേണം. ആ സമയത്ത് അതില്ലാതെ നമ്മൾ വല്ല കാര്യങ്ങളും യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, ഈ പറഞ്ഞ GSTക്കാർ പിടിച്ചു കഴിഞ്ഞാൽ 10,000 രൂപ വരെ ഫൈൻ ഇടും. സപ്രസ് ടേൺ ഓവർ, നമ്മളുടെ ടേൺ ഓവർ കുറച്ച് കാണിക്കുക. ഫെയിൽ ടു കീപ്പ് മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് റെക്കോർഡ്, അല്ലെ, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടുകളൊക്കെ കീപ്പ് ചെയ്യണതിൽ ഫെയിൽ ആവുക. അതുപോലെ
ഫെയിൽ ടു ഫർണിഷ് ഇൻഫർമേഷൻ ഓർ ഡോക്യുമെന്റ്സ്, നമ്മൾ അവർ പറയുന്ന ഡോക്യുമെന്റ്സും ഇൻഫർമേഷൻസും ഒക്കെ ഫർണിഷ് ചെയ്യുന്നതിൽ പരാജയപ്പെടുക, അവർ ചോദിച്ചത് കൊടുക്കാതിരിക്കുക. ഓക്കെ, അതുപോലെ ഡിസ്ട്രോയിങ് എനി മെറ്റീരിയൽ എവിഡൻസ് ആണ്, നമുക്ക് ഈ ഒരു ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും മെറ്റീരിയൽ എവിഡൻസുകളൊക്കെ നശിപ്പിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ 10,000 രൂപ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ എത്രയാണോ അവർ വെട്ടിച്ച ടാക്സ് എമൗണ്ട്, ഇതിലേതാണോ വലിയ എമൗണ്ട്, മിനിമം 10,000 വരും. ഇനി അതല്ല അതിനെക്കാട്ടിലും വലിയ എമൗണ്ടാണ് നമ്മൾ വെട്ടിച്ചതെങ്കിൽ ആ വെട്ടിച്ച എമൗണ്ട് ഓക്കെ അത് എന്ത് ചെയ്യും, ഫൈനായിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ഫൈൻ മാത്രമാണ്, ടാക്സും ഓൾറെഡി കൊടുക്കേണ്ടി വരും. ദെൻ അതിന് പുറമെ എന്ത് ചെയ്യേണ്ടി വരും, ഈ പറഞ്ഞ പോലെ ഓക്കെ എക്സാമ്പിൾ 5,000 ആണ് ടാക്സ് കൊടുക്കേണ്ടത്. ആ ടാക്സ് ഈ പറഞ്ഞ ഏതെങ്കിലും രൂപത്തിലൂടെ വെട്ടിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യേണ്ടി വരും, ആ പറഞ്ഞ 5,000 കൊടുക്കേണ്ടി വരും. പുറമെ അവർ ഈ പറഞ്ഞ 10,000 ഫൈനായിട്ട് എമൗണ്ടും കൊടുക്കേണ്ടി വരും. ഓക്കെ, പെനാൽറ്റി എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറഞ്ഞ പെനാൽറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് ഇൻസ്പെക്ഷൻ, സെർച്ച്, സീസർ, പെനാൽറ്റി ആൻഡ് പ്രോസിക്യൂഷൻ ആണ്. ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അത് കൃത്യമായിട്ട് നമ്മളുടെ ഇൻസ്പെക്ട് ചെയ്യുക, വന്നിട്ട് ചെക്ക് ചെയ്യണം അല്ലേ. ഈ പറഞ്ഞ ടാക്സ് ഓഫീസർ, GSTയിലെ ടാക്സ് ഓഫീസേഴ്സ് വന്നിട്ട് ചെക്ക് ചെയ്യുകയാണ്, ഇൻസ്പെക്ഷൻ നടത്തുകയാണ്, പരിശോധിക്കുകയാണ്. ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ പ്രൊവിഷൻ ദാൻ സെർച്ച് ടു എനാബിൾ ഓഫീസേഴ്സ് ടു ആക്സസ് എനി പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് ടാക്സബിൾ പേഴ്സൺ ആണ്. ഒരു ടാക്സബിൾ പേഴ്സണിന്റെ എല്ലാ രീതിയിലുള്ള ബുക്സ് ഓഫ് റെക്കോർഡുകളും കാര്യങ്ങളും ബിസിനസ് സ്ഥാപനം വന്നിട്ട് ഇൻസ്പെക്ട് ചെയ്യാൻ, ആക്സസ് ചെയ്യാൻ കൊടുക്കുക. അതിനാണ് ഇൻസ്പെക്ഷൻ എന്ന് പറയാം. ഓക്കെ, ആ ഇൻസ്പെക്ഷൻ ഓഫീസർക്കുള്ള പവേഴ്സ് ആണ്. അതിലൊന്നെന്ന് പറഞ്ഞാൽ ഓതറൈസേഷൻ ഫ്രം ദി പ്രോപ്പർ ഓഫീസർ ഹാവിംഗ് റാങ്ക് ഓഫ് JSC ആണ്, അതായത് ജോയിന്റ് കമ്മീഷണർ ആൻഡ് എബോ ഉള്ള റാങ്കുള്ള ആളുകൾക്കൊക്കെ ഈ പറയുന്ന ഇതിനുള്ള എന്തുണ്ട്, ഇൻസ്പെക്ഷൻ നടത്താനുള്ള പവർ ഉണ്ട്. ഈ എപ്പോഴൊക്കെയാണ് അതിനുള്ള റീസൺസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ ഒരു ഇൻസ്പെക്ഷൻ ചെയ്യുന്ന റീസൺസ് ഒന്ന് സപ്രസിങ് ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ കുറച്ച് കാണിക്കാം. അതുപോലെ സപ്രസിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു സ്റ്റോക്ക്, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഉണ്ടാവാം അല്ലെ, നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ച സ്റ്റോക്കൊക്കെ കുറച്ച് കാണിക്കാം. അങ്ങനെ ക്ലെയിമിങ് ആൻഡ് എൻറ്റൈറ്റിൽഡ് ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, നമുക്ക് എടുക്കാൻ പറ്റാത്ത ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുക. അതുപോലെ കോൺട്രവെന്റ് പ്രൊവിഷൻ ഓഫ് ലോ ആണ്, നമ്മളുടെ നിയമം ലംഘിക്കുക, GSTയിലെ നിയമങ്ങൾ ലംഘിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ എന്താണ്, റീസൺ ഫോർ ഇൻസ്പെക്ഷൻ ആണ്. അതായത് അവർക്ക് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങൾ അവരുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ അവർ നിർബന്ധമായിട്ട് എന്ത് ചെയ്യും, അവർ വന്നിട്ട് ഇൻസ്പെക്ഷൻ നടത്തും. അതിനുള്ള റൈറ്റ് അവർക്കുണ്ട്. ദെൻ അതുപോലെ റൈറ്റ് ടു സെർച്ച്, സീസർ ഇഫ് ലാബിൾ ഫോർ കോൺഫിസ്കേഷൻ ആണ്. അതായത് അവർക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ സെർച്ച് ചെയ്യാനും സീസ് ചെയ്യാനും അതുപോലെ എന്തെങ്കിലും ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്താനൊക്കെ അവർക്ക് റൈറ്റ് ഉണ്ട്. അതുപോലെ റിട്ടേൺ ഓഫ് ഡോക്യുമെന്റ് ഓഫ് ബുക്സ് വിത്തിൻ 30 days ആണ്. ഈ പറഞ്ഞ ബുക്സ് ഓഫ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ 30 ദിവസത്തിനുള്ളിൽ അവർ തിരിച്ചു കൊടുക്കുകയും ചെയ്യും, അതിനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ പവർ ടു സീൽ ബ്രേക്ക് വിത്തിൻ ദ ആക്സസ് ഡിനൈഡ് ആണ്. അതായത് ഏതെങ്കിലും നമുക്ക് ഡിനൈ ചെയ്ത ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് സീൽ ചെയ്യാനും അത് ബ്രേക്ക് ചെയ്യാനും, ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ലോക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട്. അതുപോലെ എൻറ്റൈറ്റിൽ ടു മേക്ക് കോപ്പീസ്, റോക്സ്, അതായത് നമ്മളുടെ കസ്റ്റഡിയിൽ എടുക്കാൻ ഈ ഡോക്യുമെന്റ്സോ കോപ്പീസോ കാര്യങ്ങളൊക്കെ അവർക്ക് കസ്റ്റഡിയിൽ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ പ്രൊവിഷണൽ റിലീസ് ഓഫ് ഗുഡ്സ് സീസർ അപ്പോൺ എക്സിക്യൂഷൻ ഓഫ് ബോണ്ട്, അതായത് ഏതെങ്കിലും ഗുഡ്സോ കാര്യങ്ങളൊക്കെ സീസ് ചെയ്ത് വെച്ച് കൊണ്ടുപോകാനും അത് റിലീസ് ചെയ്യാനൊക്കെ ഉള്ള റൈറ്റ് അവർക്കുണ്ട്. റിലീസിംഗ് ഓഫ് സീസർ ഓഫ് ഗുഡ്സോ ഇഫ് നോട്ടീസ് ഹാസ് നോട്ട് ബീൻ ഇഷ്യൂഡ് വിത്തിൻ ദ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ദി സീസർ ആണ്. അതായത് വിത്തിൻ ദ 6 months ഫ്രം ദി ഡേറ്റ് ഓഫ് സീസർ, 6 മാസത്തിനുള്ളിൽ അവർക്ക് ഈ സീസ് ചെയ്ത കണ്ടുകെട്ടിയ മുതൽ അത് കൊടുത്തിട്ടില്ലെങ്കിൽ, അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ടീസോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ലെങ്കിൽ അതൊക്കെ അവർ റിലീസ് ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ എടുത്തു കൊണ്ടുപോയ സാധനം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ GST ഇന്ന് വന്ന ആൾക്കാർ ഏതെങ്കിലും ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് എന്തെങ്കിലും ഡോക്യുമെന്റ്സോ കാര്യങ്ങളൊക്കെ സീസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് 6 മാസത്തിനുള്ളിൽ കൃത്യമായിട്ട് നോട്ടീസോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യാം, അത് റിലീസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതുപോലെ ഡിസ്പോസൽ ഓഫ് ഗുഡ്സ് ഇൻ പെരിഷബിൾ ഒരു ഹസാർഡസ് നേച്ചറാണ്. അപ്പോൾ ഏതെങ്കിലും ഗുഡ്സുകളോ ഐറ്റംസോ കാര്യങ്ങളൊക്കെ പെരിഷബിൾ ആയിട്ടുള്ള കേടുന്ന് പോകുന്നതോ
അല്ലെങ്കിൽ ത്രട്ടൺ ഹസാർഡസ് ആയിട്ടുള്ള നേച്ചറുള്ള ഏതെങ്കിലും ഗുഡ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഡിസ്പോസ് ചെയ്ത് കളയാനുള്ള റൈറ്റ്സും അവർക്കുണ്ട്. അതുപോലെ പ്രിപ്പറേഷൻ ഓഫ് ഇൻവെന്ററി, ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെന്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ, റിട്ടേണിംഗ് ബുക്സ് ഓഫ് റെക്കോർഡ്സ് ഗുഡ്സ് ഇൻ ദ കേസ് ഓഫ് ഇവാഷൻ ഓഫ് ടാക്സ്. ഇപ്പോൾ ഏതെങ്കിലും ടാക്സ് ഇവാഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ബുക്സ് ഓഫ് റെക്കോർഡുകളൊക്കെ റീറ്റെയിൻ ചെയ്ത് വെക്കുക. ടെസ്റ്റ് പർച്ചേസ് ചെയ്യാൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള റൈറ്റ്സ് ആർക്കുണ്ട്? ഈ പറയുന്ന ഈ ഒരു ജോയിന്റ് കമ്മീഷണർ ആൻഡ് അബോ മുകളിൽ വരുന്ന അതിന്റെ മുകളിലോ വരുന്ന ഓഫീസേഴ്സിനുള്ള റൈറ്റ്സും പവേഴ്സും ആണ്. ഓക്കെ, ഇൻസ്പെക്ഷന് ഇതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാറില്ല, ജസ്റ്റ് ഒന്ന് എന്താണ് അതിന്റെ മീനിങ് തന്നെ അതിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി സെർച്ച് എന്ന് പറഞ്ഞാൽ an action of government machinery to go look through the examine carefully a place, area, person, object, etc. in order to find something concealed or for purpose of discovering evidence of the crime ആണ് അല്ലേ. ഈ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട എവിഡൻസ് ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒബ്ജക്റ്റോ പേഴ്സണോ ഏരിയ പ്ലേസ് അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ത്രൂ എന്ത് ചെയ്യണം, എക്സാമിൻ ചെയ്യാണ്, കെയർഫുള്ളി എക്സാമിൻ ചെയ്യുന്നതിനാണ് എന്ത് പറയുക, അതും ഗവൺമെന്റ് മെഷീനറി ആട്ടോ. ഗവൺമെന്റ് നിയോഗിച്ച ആളുകൾ എന്ത് ചെയ്യാണ്, കൃത്യമായിട്ട് ലുക്ക് ചെയ്യുക, അത് നോക്കിക്കാണുക അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യാണ്. ചില ഏരിയകളോ പ്ലേസുകളോ പേഴ്സൺസ് ഒബ്ജക്റ്റ് വസ്തുക്കൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറഞ്ഞ പോലെ ഡിസ്കവറിങ് എവിഡൻസ് ഓഫ് ക്രൈം ആണ്, തെറ്റ് ചെയ്തതിന്റെ തെളിവുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലേ. അതിനാണ് സെർച്ച് എന്ന് പറയാം. ഓക്കെ, സീസർ എന്ന് പറഞ്ഞാലോ അത് പൊസഷനിൽ വെക്കുകയാണ്. എന്തെങ്കിലും വസ്തുക്കളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടു കിട്ടുക, എന്നിട്ട് അവരുടെ പൊസിഷനിൽ ഈ പറഞ്ഞ ആരാണോ ഈ പറഞ്ഞ സെർച്ച് ചെയ്ത ആൾക്കാർ അവരുടെ കസ്റ്റഡിയിൽ വെക്കുക. സോ ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ടേക്കിംഗ് പൊസഷൻ ഓഫ് പ്രോപ്പർട്ടി ബൈ ആൻ ഓഫീസർ അണ്ടർ ദ ലീഗൽ പ്രോസസ് ആണ്. നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, അത് അയാളുടെ കയ്യിൽ കീപ്പ് ചെയ്യുകയാണ്. പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ഇസ് എ പണിഷ്മെന്റ് ഇമ്പോസ്ഡ് ബൈ ദ ലോ ഫോർ ദ നോൺ പെർഫോമൻസ് ഓഫ് ഒഫീഷ്യൽ ലീഗൽ ഒബ്ലിഗേഷൻസ് ആണ് അല്ലേ. നിയമപരമായിട്ട് ചെയ്യേണ്ട കുറെ ഒബ്ലിഗേഷൻസ് ചെയ്യാതിരിക്കുന്ന കാരണത്താൽ ഇമ്പോസ് ചെയ്യപ്പെടുന്ന ഒരു പണിഷ്മെന്റ് ആണ് ആക്ച്വലി എന്ത് പെനാൽറ്റി എന്ന് പറയും. ഓക്കെ, ഇനി GST ഓഡിറ്റ് ആണ്. GST ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ GST ഓഡിറ്റ് മീൻസ് എക്സാമിനേഷൻ ഓഫ് റിട്ടേൺസ്, റെക്കോർഡ്സ് ആൻഡ് അതർ ഡോക്യുമെന്റ്സ് മെയിൻറ്റൈൻഡ് ഓർ ഫർണിഷ്ഡ് ബൈ രജിസ്റ്റേർഡ് പേഴ്സൺ ടു വെരിഫൈ ഇറ്റ്സ് കറക്റ്റ്നെസ് ആൻഡ് ടു അസസ് ഇറ്റ് കംപ്ലയൻസ് വിത്ത് പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ആണ്. ദാറ്റ് മീൻസ് GST ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എക്സാമിനേഷൻ ഓഫ് റിട്ടേൺസ്. ഇപ്പോൾ നമ്മളറിയാം സാധാരണ നോർമൽ GST പേ ചെയ്യുന്ന ആളുണ്ടാവാം, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഉണ്ടാവാം, അതുപോലെ കോമ്പോസിറ്റ് ടാക്സബിൾ പേഴ്സൺ ഒക്കെ ഉണ്ടാവും. അപ്പോൾ 1 മന്ത് 3 മന്തിലൊക്കെ റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതായത് നമ്മളുടെ സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ റെസിപ്റ്റ് ആൻഡ് സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും, മന്ത്ലി 3 മന്ത്ലി ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ കൃത്യമായിട്ട് റിട്ടേൺ ആയിട്ട് ഫയൽ ചെയ്യും. ആ ഫയൽ ചെയ്ത ഡോക്യുമെന്റ്സ് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിനാണ് GST ഓഡിറ്റ് എന്ന് പറയും. മനസ്സിലായോ? GST ഓഡിറ്റ് മീൻസ് എക്സാമിനേഷൻ ഓഫ് റിട്ടേൺസ്, റെക്കോർഡ്സ് ആൻഡ് അതർ ഡോക്യുമെന്റ്സ് മെയിൻറ്റൈൻഡ് ഫർണിഷ്ഡ് ബൈ രജിസ്റ്റേർഡ് പേഴ്സൺ. ഇപ്പോൾ ടാക്സ് അടക്കുന്ന രജിസ്റ്റേർഡ് പേഴ്സണ് അയാൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ഈ പറഞ്ഞ റിട്ടേൺസ്, റെക്കോർഡ്, മറ്റുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എക്സാമിൻ ചെയ്യുന്നതിന് പറയുന്ന പേരാണ്. അതിന്റെ കറക്റ്റ്നെസ്സും അതിന്റെ ക്രെഡിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അതിനെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, GST ഓഡിറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി GST ഓഡിറ്റ് പ്രധാനമായിട്ടും 3 GST ഓഡിറ്റ് ആണുള്ളത്. അതിലൊന്ന് ഈ പറഞ്ഞ പോലെ ഓഡിറ്റ് ബൈ ടാക്സ് അതോറിറ്റീസ് ആണ്. ഓക്കെ, ടാക്സ് അതോറിറ്റീസ് തന്നെ ചെയ്യുന്ന ഓഡിറ്റ് ഉണ്ട്. The commissioner or any other officer authorized by him may undertake audit of any registered person in the prescribed manner ആണ്. അതായത് കമ്മീഷണർ അല്ലെങ്കിൽ എനി അതർ ഓഫീസർ ആണ്, അതിന് ഓതറൈസ് ചെയ്ത ആൾക്കാരാണ് ഇത് ചെയ്യുക. ഓക്കെ, രജിസ്റ്റേർഡ് പേഴ്സൺ ഈ പ്രിസ്ക്രൈബ്ഡ് മാനർ കൃത്യമായിട്ട് അതിനൊരു ഫോർമാറ്റും ഒരു ലീഗൽ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഫോർമാലിറ്റീസ് വെച്ചിട്ടാണ് അവർ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ ബി ഇൻഫോംഡ് ബൈ ഓഫ് നോട്ടീസ് ഓഫ് ലെസ് ദാൻ 15 days വർക്കിംഗ് ഡേയ്സ് പ്രയർ ടു കണ്ടക്ട് ഓഫ് ദി ഓഡിറ്റ് ആണ്. ഇപ്പോൾ ഈ പറയുന്ന ഓഡിറ്റ് ചെയ്യുന്നതിന്റെ 15 ദിവസം മുമ്പ് ആരുടെ ഓഫീസാണോ ആരുടെ ബിസിനസ് ആണോ അവർ ഇൻസ്പെക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യാൻ വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ടീസ് 15 ദിവസം മുമ്പ് എന്ത് ചെയ്യും, അവർ കൊടുക്കാറുണ്ട്. സോ ദ ഓഡിറ്റ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് വിത്തിൻ 3 months ഫ്രം ദ കമൻസ്മെന്റ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റ് തുടങ്ങി 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അവർ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അതാണ് ടാക്സ് ഓഡിറ്റ് ബൈ ടാക്സ് അതോറിറ്റീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓഡിറ്റ് ബൈ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓർ കോസ്റ്റ് അക്കൗണ്ടൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം CA CMA പോലുള്ള ആൾക്കാരുണ്ടാവും, അവരാണിത് ചെയ്യുക, ഈ ഓഡിറ്റ് ചെയ്യുക. സോ എവരി രജിസ്റ്റേർഡ് പേഴ്സൺ
whose aggregated turnover during the financial year exceeded 2 crore shall get his account audited by chartered accountants or cost accountants ആണ്. അതായത് ഈ പറഞ്ഞ 2 കോടിക്ക് മുകളിൽ ടേൺ ഓവർ വരുന്ന, ഓക്കെ, അഗ്രിഗേറ്റഡ് ടേൺ ഓവർ 2 കോടിക്ക് മുകളിൽ വരുന്ന ആൾക്കാർ അത്തരം ബിസിനസ് സ്ഥാപനങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം, ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ കൊണ്ടോ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻസ് CMA-കാരെ കൊണ്ടോ CA-കാരെ കൊണ്ടോ എന്ത് ചെയ്തിരിക്കണം, ഓഡിറ്റ് ചെയ്തിരിക്കണം. അതാണ് ഓഡിറ്റ് ബൈ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓർ കോസ്റ്റ് അക്കൗണ്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്പെഷ്യൽ ഓഡിറ്റ് ഉണ്ട്. സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഓഡിറ്റ് ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റന്റ് കമ്മീഷണർ മേ ഓർഡർ ഫോർ സ്പെഷ്യൽ ഓഡിറ്റ് he find that എന്തൊക്കെയാണ്, ഒന്ന് അക്കൗണ്ട്സ് ഹാവ് ബീൻ കോംപ്ലക്സ് നേച്ചർ, കുറച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കോംപ്ലക്സ് നേച്ചറിലുള്ള അക്കൗണ്ട്സ് കാര്യങ്ങളാണ് ടാക്സ് പെയർ രജിസ്റ്റേർഡ് പേഴ്സന്റെ കയ്യിലുള്ളതെങ്കിൽ, അതുപോലെ വാല്യൂ ഹാസ് നോട്ട് ബീൻ കറക്റ്റ്ലി ഡിക്ലെയർഡ്, കൃത്യമായിട്ട് എത്ര എമൗണ്ട് ആണെന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചിട്ടില്ലെങ്കിൽ, ദ ക്രെഡിറ്റ് അവൈൽഡ് നോട്ട് വിത്തിൻ ദ നോർമൽ ലിമിറ്റ് ആണ്, അതായത് ITC എടുത്തതൊന്നും നോർമൽ ലിമിറ്റിന്റെ ഉള്ളിൽ വെച്ചിട്ട് അല്ല അവർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള കേസുകളിൽ എന്ത് ചെയ്യും, ഈ അസിസ്റ്റന്റ് കമ്മീഷണർ അല്ലെ, ആൻ ഓഫീസർ നോട്ട് ബിലോ, ഈ പറഞ്ഞ അസിസ്റ്റന്റ് കമ്മീഷണറോ അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള ഓഫീസേഴ്സ് എന്ത് ചെയ്യും, സ്പെഷ്യൽ ഓഡിറ്റ് അവർ ചെയ്യാറുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്താൽ, ഈ പറഞ്ഞ 3 കാര്യങ്ങൾ അവർക്ക് കണ്ടെത്തുകയാണെങ്കിൽ അവർ എന്ത് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞ സ്പെഷ്യൽ ഓഡിറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓർ കോസ്റ്റ് അക്കൗണ്ടൻസ് ഓർ സോ നോമിനേറ്റഡ് ഷാൾ വിത്തിൻ ദ പീരീഡ് ഓഫ് 90 days സബ്മിറ്റ് റിപ്പോർട്ട് ഓഫ് സച്ച് ഓഡിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവർ എന്ത് ചെയ്യും, അസിസ്റ്റന്റ് കമ്മീഷണർ ചിലപ്പോൾ ഈ പറഞ്ഞ CA-കാര് CMA-കാരെയാണ് ഈ സ്പെഷ്യൽ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിക്കാറുള്ളത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ ഈ പറഞ്ഞ പ്രിസ്ക്രൈബിൾ ടൈം 90 ദിവസത്തിനുള്ളിൽ ആ ഒരു കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ്, അവർ നടത്തിയ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഈ പറഞ്ഞ കമ്മീഷണർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരാണോ അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റി അവരുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതാണ് ടാക്സ് ഓഡിറ്റ് എന്ന് പറയും. GST ഓഡിറ്റ് ആണ്. അവർ റിട്ടേൺ ഫയൽ ചെയ്ത ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യുന്നതിനാണ് ആക്ച്വലി GST ഓഡിറ്റ്. പ്രധാനമായിട്ടും 3 കൈൻഡ്സ് ഓഫ് ഓഡിറ്റ് ഉള്ളത്. അതിലൊന്ന് ഓഡിറ്റ് ബൈ ടാക്സ് അതോറിറ്റീസ് ഉണ്ട്, ഓഡിറ്റ് ബൈ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓർ കോസ്റ്റ് അക്കൗണ്ടൻസ് ഉണ്ട്, സ്പെഷ്യൽ ഓഡിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ. ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ്